പ്രൈസ് ലോർഡ്. ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സാക്ഷ്യങ്ങൾ ഓരോ വ്യക്തികളെയും ജീവിപ്പിക്കുന്നതാണ്, കർത്താവിലേക്ക് അത് അടുപ്പിക്കുന്നതാണ്. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് തൻ്റെ ജീവിതം ഷെയർ ചെയ്യേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ നിന്നാണ് കർത്താവിൻ്റെ ദാസൻ. നമുക്കറിയാമല്ലോ, ഛത്തീസ്ഗഡിൽ ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് കർത്താവിൻ്റെ വേലക്കാർ ദൈവമക്കളൊക്കെ അവിടെ ആയിരിക്കുന്നത്. ആ ദേശത്തെ ഓർത്ത് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെയും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. കർത്താവ് ദേശത്ത് ദൈവദാസന്മാരെയും ദൈവമക്കളെയും ഒക്കെ നിലനിർത്തട്ടെ. വലിയൊരു ആത്മീയ ഉണർവ് ആ ദേശത്ത് കർത്താവ് അയക്കട്ടെ. ആ ദൈവദാസൻ്റെ സാക്ഷ്യം നമുക്ക് കേൾക്കാം. ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെ ദൈവമക്കളായിരുന്നാട്ട് പ്രിയ കർത്താവിൻ്റെ ദാസനെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവദാസനെ എന്തൊക്കെയുണ്ട്? കർത്താവ് സന്തോഷമായിരിക്കുന്നല്ലോ? തീർച്ചയായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ദൈവം ആ ദേശത്ത് പരിപാലിക്കുന്നു. ദൈവത്തെ കണ്ട വിധങ്ങളൊക്കെ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനെ കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അപ്പ. അങ്ങയുടെ മഹാസാന്നിധ്യം ദൈവം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രങ്ങളുടെ ദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവം നടത്തിയ വിധങ്ങളും വഴികളും കർത്താവ് പരിപാലിക്കുന്ന വിധങ്ങളും ഒക്കെ സംസാരിക്കാനുള്ള ദൈവകൃപ കർത്താവിൻ്റെ ദാസന്റെ മേൽ പകർന്നാട്ട് കേൾവിക്കാരുടെ ജീവിതത്തിൽ ഇത് വലിയൊരു വിടുതലായി മാറുവാൻ ദൈവം സഹായിക്കണമേ. നമ്മുടെ സാന്നിധ്യത്തിനുള്ളിൽ അല്പസമയം ഞങ്ങളെ ഇരുത്തിയാട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേനോ ആമേൻ. ദേവദാസനെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ഒന്ന് പറഞ്ഞാട്ട് പാസ്റ്ററെ. വീട്ടിലെ വൈഫുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. നാട്ടില് മാതാവ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഓക്കെ ഓക്കെ പാസ്റ്ററെ. ഛത്തീസ്ഗഡിലാണെന്ന് പറഞ്ഞു. ഛത്തീസ്ഗഡിൽ നിന്ന് എവിടെ നിന്നാണ്? ഛത്തീസ്ഗഡ് കൊണ്ടഗാവ് ജില്ല. ഓക്കെ ഓക്കെ. കർത്താവിൻ്റെ ദാസനെ ഇനിയുള്ള സമയം ഞാൻ ദൈവത്തിൻ്റെ ദാസന് നൽകി തരികയാണ്. കർത്താവിൻ്റെ ദാസന് തൻ്റെ സാക്ഷ്യം ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ പാസ്റ്ററെ, വെൽക്കം ചെയ്യുന്നു. ഓക്കെ താങ്ക് യു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജോയ്സ് ടി വി എന്ന ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിക്കപ്പെട്ട പ്രിയ കർത്താവിൻ്റെ ദാസി റേച്ചൽ മാത്യുവിനായി കർത്താവിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. തന്റെ ദാസിയെ ദൈവം ധാരാളമായിട്ട് കുടുംബമായി അനുഗ്രഹിക്കട്ടെ. സുശ്രമകളിലൊക്കെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ എന്നെ ഈ ചാനലിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയ കർത്താവിന്റെ പ്രിയ വിലയേറിയ ദാസൻ സണ്ണി വർഗീസ് പാസ്റ്ററോടും ഞാൻ ഈ സമയത്തിന് നന്ദി അറിയിക്കുന്നു. കർത്താവ് ദാസനെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ അധികം ദൂരമില്ല, ഏകദേശം 73 കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങൾ തമ്മിൽ. ഓക്കെ, ഞാൻ എൻ്റെ ജീവിത സാക്ഷ്യത്തിലേക്ക് ഞാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവനാമത്തിന് കൂടി മഹത്വം ഉണ്ടാകട്ടെ. ഞാനൊരു ഈഴവ കുടുംബത്തിൽ മാതാപിതാക്കളെ ജനിക്കപ്പെട്ട് എൻ്റെ ജനനം വളരെ ഒരു സങ്കീർണമായ ഒരു ജനനമായിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ തന്നെ ഒരു കാല് ശോഷിച്ച് വികലാംഗനായിട്ടാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ആർക്കും തന്നെ എന്നെ ഇഷ്ടമല്ലായിരുന്നു. ഇത് എൻ്റെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു കേട്ടൊരു അറിവാണ്. എൻ്റെ വീട്ടിൽ ആർക്കും തന്നെ എന്നെ ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ ജനന സമയത്തൊക്കെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ കൃഷികൾ ഒത്തിരി ഉള്ളതുകൊണ്ട് മാതാവ് രാവിലെ കൃഷി സ്ഥലത്തേക്ക് പോകും. അതിൽ പിതാവും ഈറ്റ വെട്ടുന്ന ജോലിയൊക്കെ ആയിരുന്നു. ഈറ്റ വെട്ടാനായിട്ട് വനത്തിലേക്ക് കടന്നു പോകും. അങ്ങനെ പശ്ചാത്തലമാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിലെ ആങ്ങമൊഴി എന്ന സ്ഥലത്താണ്. അവിടെയാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ ഗ്രാമം മുരിക്കിനി എന്ന് പറയുന്നൊരു ചെറിയൊരു ഗ്രാമമാണ് എൻ്റെ ഗ്രാമം. അവിടുന്ന് ശബരിമല ഞങ്ങൾക്കടുത്താണ്. എൻ്റെ വീട്ടിൽ അവിടുന്ന് ഏകദേശം 30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ശബരിമലയിൽ എത്തിച്ചേരുവാൻ ഇടയായിരുന്നു. അത്രയും അടുത്താണ്. ഓക്കെ, അപ്പം എൻ്റെ മാതാവ് എല്ലാ ദിവസവും ജോലിക്കായി കടന്നു പോകുമായിരുന്നു. എന്നാൽ ഒരു ദിവസം എന്നെ കെട്ടിയിട്ടിട്ടാണ്, ഞാൻ ഇച്ചിരി വളർന്ന ഒരു വയസ്സൊക്കെ ആയപ്പോൾ എന്നെ കെട്ടിയിട്ടിട്ടാണ് ജോലിക്ക് പോകുന്നത്. കാരണം എവിടെയെങ്കിലും പോയി വീഴുവോ അല്ലെങ്കിൽ എന്ത് കെട്ടിയിട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം എങ്ങനെയോ ഞാൻ എൻ്റെ ആയിരുന്ന ഓലപ്പരയാണ്, അന്നൊക്കെ അറിയാമല്ലോ, ഓലപ്പരയായിരുന്നു. അപ്പോൾ ഓലപ്പരയിൽ ഒരു ദിവസം പെട്ടെന്ന് തീ പിടിക്കുവാൻ ഇടയായി. അപ്പം ഞങ്ങളുടെ അടുത്ത് ഉള്ള ഒരു അമ്മാമ, കുഞ്ഞമ്മാമ എന്ന് പറയും, ഒരു അമ്മാമ അന്നേരം അവിടോട്ട് വരികയും ഞാനിങ്ങനെ കെട്ടിക്കിടക്കി ആ വീടിന് തീ പിടിക്കുന്നത് കണ്ടിട്ട് പെട്ടെന്ന് ഓടി വന്ന് എന്നെ
കെട്ടഴിച്ചിട്ട് എന്നെ പെട്ടെന്ന് ഇവിടുന്ന് എടുത്തിട്ട് തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി എന്നെ ശുശ്രൂഷിക്കാനിടയായി തീർന്നു. അന്നേരമാണ് അമ്മച്ചി എൻ്റെ കാലിൻ്റെ ഈ അവസ്ഥകൾ ശരിക്കും കാണുന്നത്. അമ്മച്ചി എന്തൊക്കെയോ മരുന്നുകളൊക്കെ തേച്ചിട്ട് എന്നെ എനിക്കൊരു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു എന്ന് ഞാൻ പിന്നീട് അതൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവർ മാമ മുഖാന്തരം ഞാൻ കേൾപ്പാനിടയായി തീർന്നു. അപ്പോൾ ആ അമ്മച്ചി അന്ന് എന്നോട് ഞാൻ വളർന്നു വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഞാൻ മിക്കവാറും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അമ്മച്ചി പറയടാ, ഞാൻ നിന്നെ കർത്താവിൻ്റെ നേരിട്ട് നേർന്നതാണ്, നീ കർത്താവിനുള്ളതാണ് എന്നോട് പറയുന്നത്. ഞാൻ എൻ്റെ മാതാവിൻ്റെ ഭവനത്തിൽ നിന്നാണ് കൂടുതലും വളർന്നത്, പഠിച്ചതൊക്കെ അവിടെ നിന്നാണ്. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പോകുമ്പോൾ ഞാൻ കൂടെ മിക്കവാറും എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ കൃഷി സ്ഥലത്താണ് കൂടുതലും ജോലി ചെയ്ത്. പഠിക്കാനൊന്നും അത്ര വലിയ കഴിവോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നായിരിക്കാം, പക്ഷേ ആരും പ്രോത്സാഹിപ്പിക്കാൻ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് അത്ര പഠിക്കാനൊന്നും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, എങ്കിലും 10ാം ക്ലാസ് വരെ പഠിച്ചു. പഠിച്ച ശേഷം എല്ലാവരെയും പോലെ എനിക്കും എൻ്റെ ജീവിതത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, അതുപോലെ ജോലി ചെയ്ത് കാശുണ്ടാക്കണം, സമ്പാദിക്കണം, ആർഭാടമായി ജീവിക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ഒരു 10-15 വർഷത്തിന് ഇടയ്ക്കുള്ള സംഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പിതാവ് ഒരു പൂർണ്ണമായി മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ മാതാവിനെ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരാണ് സഹോദരങ്ങൾ. ഞാനാണ് വീട്ടിൽ ഏറ്റവും ഇളയാൾ, ഞാനാണ്. എൻ്റെ 2 ജ്യേഷ്ഠന്മാരാണ്. അപ്പം ഞങ്ങളെ ആരും ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളെ സ്നേഹിക്കുകയോ അങ്ങനെ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. പിതാവ് എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് പോകും, ജോലി ചെയ്യും, മടങ്ങി വരുമ്പോൾ ശകലം പോലും വെളിവില്ലാതാണ് വീട്ടിൽ വരുന്നത്. അപ്പം ഞങ്ങളെയൊക്കെ ഉപദ്രവിക്കുകയും അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മാതാവിനെ ഉപദ്രവിക്കുക, ഞങ്ങളെല്ലാം അങ്ങനെ ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ എന്നാൽ ആ പച്ച ഞങ്ങൾ വളർന്നു വന്നപ്പോൾ അവിടെ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ അമ്പലത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങുവഴിയിലെ ഞങ്ങൾ അവിടെ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ അയ്യപ്പൻ എന്ന വിഗ്രഹത്തെയാണ് ഞങ്ങൾ അന്ന് ആരാധിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഞങ്ങൾ അമ്പലത്തിൽ പോവുകയും ആരാധിക്കുകയും, അപ്പം എല്ലാ ദിവസവും അമ്പലത്തിൽ ഭജനയുണ്ട്. അപ്പം എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും. അമ്പലത്തിലുള്ള കാരണം ഇതാണ്, അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പഠിക്കണ്ടല്ലോ. അപ്പം അത് തന്നെയല്ല, അമ്പലത്തിലെ പൂജയൊക്കെ കഴിയുമ്പം ഒരു നേരം കഴിക്കാനുള്ള ആഹാരം അവിടെ ഞങ്ങൾക്ക് കിട്ടും. അപ്പോൾ അന്ന് ആഹാരത്തിനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ ആ പൂജ കഴിഞ്ഞ് ലാസ്റ്റിൽ അവിടുത്തെ പ്രസാദമൊക്കെ കൊടുക്കുമ്പോൾ ആ പ്രസാദമൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾ അവസാനം വരെ വെയിറ്റ് ചെയ്യും. ആരെല്ലാം പോലും ഞങ്ങൾ കുറച്ച് പിള്ളേർ സെറ്റുണ്ട്, ഞങ്ങൾ അവിടെ കാണും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ജീവിച്ചു. അതോടൊപ്പം തന്നെ ജോലി ക്യാഷൊന്നും കയ്യിലില്ല. എന്തൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ പോയാലും സ്കൂളിൽ ആവശ്യം വന്നു കഴിഞ്ഞാൽ പൈസ ചോദിച്ചാൽ വീട്ടിൽ തരത്തില്ല. അപ്പൊ ഞങ്ങളുടെ അടുത്തുള്ള ചില പ്രിയപ്പെട്ടവർ ഞങ്ങളെ അതിനോട് പ്രേരിപ്പിക്കുകയും, അതായത് ഈ ചാരായം പാറ്റ എന്നൊക്കെ പറയും അവിടെ, എന്താണെന്ന് എനിക്കറിയത്തില്ല. ചാരായം പാറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, നാട്ടു ചാരായം എന്ന് പറയും. അപ്പൊ അത് മാറ്റാനായിട്ട് ഞങ്ങൾ പോവുകയും രാത്രിയും പകലും ഒക്കെ ആയിട്ട് അവിടെ പോവുകയും അത് യൂസ് ചെയ്യും, അത് കൊണ്ട് വിൽക്കുകയും അവരെവിടെ ഇന്നടുത്ത് കൊണ്ട് കൊടുക്കണം, അത് കൊണ്ട് കൊടുക്കുക. വനത്തിൽ കൂടാണ് എല്ലാം പോകുന്നത്, ഞങ്ങളുടെ മൊത്തം വനമാണ്. അപ്പോൾ വനത്തിൽ കൂടെ പോയി ഇങ്ങനെ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു 10ാം ക്ലാസ് വരെ ആ അനുഭവത്തിൽ കടന്നുപോയി. എന്നാൽ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം വന്നു, മുമ്പോട്ട് എന്ത് ചെയ്യുന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ വന്നു. എന്നോട് പലരും പറഞ്ഞു, എൻ്റെ മാമൻ പറഞ്ഞിടാ പ്ലംബിങ് പഠിക്ക്, നല്ലതാണ്, നല്ല ജോലിയുള്ള നല്ല വേക്കൻസി ഉള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ മാമൻ ആ സമയത്ത് ഗൾഫിലാണ്. അപ്പം മാമൻ പറഞ്ഞു, നീ അതുവല്ലോ പഠിക്ക്, ഞാൻ എന്നാൽ അത് സഹായം ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ 1 വർഷം പ്ലംബിങ് പഠിക്കാനായിട്ട് ITI പഠിക്കാനായിട്ട് പത്തനംതിട്ട പോയി. അവിടെ 1 വർഷം പഠിച്ചു. 92 ഞാൻ ജോലിയോടുള്ള ബന്ധത്തിൽ മുംബൈയിലേക്ക് പോകാൻ ഇടയായി തീർന്നു. മഹാരാഷ്ട്ര ബോയ്സർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കടന്നുപോയത്. അവിടെ എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠൻ അവിടെ നേരത്തെ തന്നെ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ അപ്പാപ്പൻ്റെ ഒരു മോൻ അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുറെ ചെറുപ്പക്കാരായിട്ടുള്ള ചേട്ടന്മാരവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ കൂടെ അവിടെ പോയി. ആ ബോയ്സറിൽ ചെന്നിട്ട് ഞാൻ അവിടെ താമസിക്കുമ്പോൾ ആദ്യത്തെ 2 മാസം ജോലിയൊന്നും ലഭിച്ചില്ല. എൻ്റെ ജ്യേഷ്ഠനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ആക്കി, ജോലിക്ക് കൊണ്ടാക്കി. എന്നാൽ അവർ പറഞ്ഞത് എനിക്കും മനസ്സിലാകത്തില്ല, ഞാൻ പറയുന്നത് അവർക്കും മനസ്സിലാകത്തില്ല. അപ്പൊ അങ്ങനെ കഴിഞ്ഞപ്പോൾ ആ പ്രശ്നമായപ്പോൾ ചേട്ടൻ ഒരു കാര്യം ചെയ്ത് 1-2 മാസം ഇവിടെ തന്നെ താമസിക്ക്, ജോലിക്കൊന്നും പോകണ്ട, ഭാഷയൊക്കെ പഠിക്ക്. അപ്പൊ ചുറ്റുവട്ടത്തൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ അവരുമായിട്ടൊക്കെ അവർക്ക് മലയാളം അറിയാം, ഹിന്ദി അറിയാം. അപ്പൊ അവരുമായിട്ടൊക്കെ ഇങ്ങനെ കൂടി സഹകരിച്ച് അവരിൽ കൂടി പെട്ടെന്ന് ഭാഷ പഠിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ആ കുഞ്ഞുങ്ങൾ കൂടെ ഒക്കെ ഭാഷയൊക്കെ പഠിച്ചതിന് ശേഷമായിട്ട് ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ അത്യാവശ്യം പറയാനുള്ള കാര്യങ്ങളൊക്കെ പിടികിട്ടി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. ഒരു കമ്പനിയിലാണ് ആദ്യം എൻ്റെ ചേട്ടനെ കൊണ്ടാക്കിയത്. അവിടെ ഏകദേശം 1 വർഷത്തോളം അവിടെ ജോലി ചെയ്തു. എന്നാൽ അതിനുശേഷം എനിക്ക് ഒരു പ്രൈവറ്റായിട്ട് ഒരു ജോലി, കമ്പനിയിലും പ്രൈവറ്റ് ആയിരുന്നു.
ഒരു കണ്ണൂരുള്ള ഒരു ചേട്ടൻ, സഹദേവൻ എന്ന് പറയുന്ന ചേട്ടൻ എന്നെ വിളിച്ചേടാ, നീ എൻ്റെ കൂടെ വാ, ഞാൻ നിനക്ക് നല്ല ശമ്പളമൊക്കെ തരാന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. അദ്ദേഹത്തിനോട് പോകാനിടയായിട്ട്. അപ്പൊ അദ്ദേഹത്തിനോട് പോയി കഴിയുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കൂർ റെസ്റ്റ് എടുക്കാൻ സമയമുണ്ട്. ഒരു റൂമിൽ പോകാം, വിശ്രമിക്കാം, 1 മണിക്കൂർ ശേഷം തിരിച്ചു വന്നാൽ മതി. അപ്പൊ ആ സമയത്തൊക്കെ എനിക്ക് കർത്താവിനെ അറിയത്തില്ല, കർത്താവ് യാതൊരു ബന്ധവുമില്ല. നമ്മൾ അവിടെ ചെന്നപ്പോഴും അമ്പലത്തിൽ പോവുകയും അവിടുത്തെ പൂജാ കാര്യങ്ങളൊക്കെ പങ്കുചേരുകയും, അവിടെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോവുകയൊക്കെ ചെയ്യും. അവിടെയും ശബരിമല ശാസ്താവിന്റെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അവിടെ ആരാധനയ്ക്ക് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞ്, ഞാനിവിടെ ചെന്നൊരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ കൊട്ടാരക്കര തൃക്കണമംഗലിലുള്ള ഒരു ബിജു എന്നൊരു സഹോദരൻ ഞങ്ങളോടൊപ്പം അവിടെ താമസിക്കാനായിട്ട് വന്നു. അദ്ദേഹം ഇതുവരെ പഠിച്ചിട്ട് ജോലിക്ക് വേണ്ടി അവിടെ വന്നതാണ്. അപ്പം ഞങ്ങളൊരു ബാച്ചിലേഴ്സാണ് ഞാനിവിടെ താമസിച്ചത്. ഞങ്ങളൊരു 8-9 പേര് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ച ബാച്ചിലേഴ്സാണ്. അതിൽ കൊട്ടാരക്കരക്കാർ തൃക്കണമംഗലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കൂടുതലും സഹോദരങ്ങൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നത്. അതോടൊപ്പം അവിടെ ഒരു അലക്സ് അച്ചാന്, ഒരു പെണ്ണമ്മാമ, അങ്ങനെ പറയുന്ന ഒരു ഫാമിലി അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അവർ 2 സഹോദരന്മാരുണ്ടായിരുന്നു. ഇവർ ഞങ്ങൾ ഒരുമിച്ചാണ് സഹോദരങ്ങളെല്ലാം താമസിച്ചത്. അപ്പൊ ഈ ബിജു എന്ന് പറയുന്ന സഹോദരൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് പോകുന്നതും ആരാധനയ്ക്ക് പോകുന്നതും ഒക്കെ എനിക്ക് ശ്രദ്ധിക്കാനിടയായിട്ട്. മറ്റുള്ളവരും പോയില്ലെന്നല്ല, അവർ ആ ജോലിയുടെ അനുസരിച്ച് അവർ പോകും. സമയ ഷിഫ്റ്റൊക്കെയാണ്, അവർ ഷിഫ്റ്റിന്റെ അനുസരിച്ച് അവർ പോകുമായിരുന്നു. എന്നാൽ ഇദ്ദേഹം വന്നതിന് ശേഷം എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഒരു രീതി എനിക്ക് കാണാനിടയായിട്ട്. അപ്പൊ അദ്ദേഹം എന്നോട് പല പ്രാവശ്യവും കർത്താവിനെ കുറിച്ച് വ്യക്തിപരമായി സുവിശേഷം പറയാനിടയായിത്തീർന്നു. എന്നാൽ ഞാനും അദ്ദേഹം തമ്മിൽ പലപ്പോഴും ഇഷ്ടമല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും അവസാനം അത് വഴക്കിലേക്ക് കലാശിക്കുകയൊക്കെ ചെയ്തു. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ആരാധിക്കുന്ന ദൈവം എൻ്റെ ദൈവം, അതിന് നിനക്ക് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യം തന്നെ. ആ ഒരു രീതിയിലാണ് അന്ന് അദ്ദേഹത്തോട് സംസാരിച്ചത്. അങ്ങനെ പല പ്രാവശ്യമായിട്ട് അദ്ദേഹം എന്നോട് വീണ്ടും ഞങ്ങള് വഴക്കൊക്കെ ഉണ്ടാക്കിയെങ്കിലും അദ്ദേഹം പറയടാ, നിന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ട്, ദൈവം നിന്നെ കണ്ടതാണെന്നൊക്കെ എന്നോട് പറയും. അപ്പോൾ എൻ്റെ മനസ്സിൽ പണ്ട് എൻ്റെ നാട്ടിലുള്ള അമ്മച്ചി, കുഞ്ഞമ്മാമ നട അമ്മച്ചി എന്നെ കുറിച്ച് പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വരണം. ഞാൻ നിന്നെ കർത്താവിന് വരിക നേരം, ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നായിരുന്നു. എന്നാൽ അദ്ദേഹത്തോട് എനിക്ക് അംഗീകരിക്കാനായിട്ട് പറ്റത്തുമില്ല, എന്നാലത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറുമല്ലാത്ത ഒരു രീതിയിലാണ് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചത്. അപ്പൊ അദ്ദേഹം എല്ലാ ദിവസവും എങ്ങനെയായാലും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. എത്ര സമയമില്ലെങ്കിലും ജോലിക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം ബൈബിൾ വായിക്കും, 1 മിനിറ്റ് പ്രാർത്ഥിക്കും, ചർച്ചിലൊക്കെ പോകാറുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം എൻ്റെ മനസ്സിൽ, ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനായിട്ട് റൂം തുറന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ഇവർ പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ, അല്ലെങ്കിൽ ഇത് എന്താണ്? അപ്പം ഒരു ദിവസം അദ്ദേഹത്തിന്റെ ബൈബിൾ എടുത്ത് ഞാൻ ചേച്ചിട്ടൊന്ന് വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല, വായിച്ചങ്ങ് വിട്ടു. പിന്നെ ഓരോ ദിവസവും ഉച്ചയ്ക്ക് ഈ 1 മണിക്കൂർ, കാരണം ആ സമയത്ത് റൂമിൽ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ആ സമയത്തെല്ലാം ഞാൻ ഈ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. അങ്ങനെ ബൈബിൾ വായിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയോ എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളെ ഉടലെടുത്തു. അപ്പൊ സംശയങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിനോട് ചോദിക്കാനും പറ്റത്തില്ല. അപ്പൊ ഇദ്ദേഹത്തോട് ചോദിക്കത്തില്ലേ, നിനക്ക് ഇതൊക്കെ എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കത്തില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചില്ല. എൻ്റെ അപ്പുറത്ത് 1-2 റൂമിനപ്പുറത്ത് ഒരു അലക്സ് എന്നൊരു അച്ചാനുണ്ടായിരുന്നു. ആ അച്ചാൻ അവിടുത്തെ AG ചർച്ചിന്റെ സെക്രട്ടറി ആയിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാൻ അച്ചാനോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് നിങ്ങളുടെ ബൈബിളുമായിട്ട് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു ഹിന്ദു ആണെങ്കിലും നിങ്ങളുടെ ബൈബിളുമായിട്ട് ചില കാര്യങ്ങളൊക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അച്ഛൻ പറയാൻ, എന്താ ഷൈലു, കുഴപ്പമില്ല, ഷൈലുവിന് എപ്പോ വേണേലും എൻ്റെ അടുത്ത് വരാം, സംശയം ചോദിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അച്ചാനുമായിട്ട് ഞാനപ്പോ അച്ചാനോട് പറഞ്ഞു, എൻ്റെ റൂമിൽ ആരോടും ഈ കാര്യങ്ങൾ പറയരുത്, നമ്മൾ രണ്ടും മാത്രമേ അറിയാവൂ എന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഓക്കെ, ഞാൻ ആരോടും പറയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് മുതൽ ഞാനും അച്ചാനും തമ്മിൽ വലിയ സ്നേഹമായി. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് എപ്പോഴും ഈ ബൈബിൾ പരമായ കാര്യങ്ങൾ സംസാരിക്കാൻ ഇടയായിത്തീർന്നു. എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ അച്ചാൻ്റെ അടുത്ത് പോവും, അച്ചാൻ സംസാരിക്കും. അങ്ങനെ ഏകദേശം ഒരു 6-7 മാസം, ഒരു 7-8 മാസം അങ്ങനെ പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു പ്രേരണ വന്നു, ഇവർ കൂട്ടായ്മയ്ക്ക് പോയാൽ എന്താണ്, കൂട്ടായ്മയ്ക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, ഒന്ന് പോയി നോക്കാം എന്ന് മനസ്സിലൊരു ഇങ്ങനെ ഒരു ചെറിയ പ്രേരണ വന്നു. അപ്പൊ ഈ ബിജു എന്ന് പറഞ്ഞ സഹോദരൻ ഒരു കോട്ടേജ് മീറ്റിങ്ങിനായിട്ട് അദ്ദേഹം പോവുകയാണ്. ഒരു ബുധനാഴ്ച ദിവസമാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട്, ബുധനാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, ഈ 2 ദിവസത്തിൽ ഏതൊരു ദിവസമാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ബിജു നീ എവിടെ പോവുക? പുള്ളി എനിക്ക് ഒത്തിരി പ്രായം കുറഞ്ഞ ഒരാളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എവിടെ പോവുകയാണ്? ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ചിത്രാലയ സ്ഥലത്താണ് അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് വന്നത്. അപ്പൊ ഞാൻ എവിടെയാ പോകുന്നത്? ചിത്രാലയ. അവിടെ നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ ആവശ്യമുണ്ട്, ചിത്രാലയം പോയിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് അവിടെ നിന്ന് പോയി. ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിന്ന് ചെന്നതിന് ശേഷം
അദ്ദേഹം പ്രാർത്ഥനയ്ക്കായിട്ട് അദ്ദേഹത്തിന് വഴിയിലേക്ക് പോയി. ഞാൻ അല്പം മാറി വേറൊരു സൈഡിലോട്ട് മാറിപ്പോയി. പോയതിനു ശേഷം ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്നു. അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ അദ്ദേഹം കാണാത്ത രീതിയിൽ ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ പിന്തുടർന്ന് അദ്ദേഹം ഏത് റൂമിൽ ചെന്ന് കയറിയോ, ഏത് ബിൽഡിങ്ങിൽ ചെന്ന് കയറിയോ, ആ ബിൽഡിങ്ങിൽ ഞാനും അദ്ദേഹത്തിന് പുറകെ ചെന്ന് കയറി. അദ്ദേഹം അകത്ത് പ്രവേശിച്ചു. ഞാനിപ്പോൾ പുറത്ത് ചെന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. ഒരു 3-4 മിനിറ്റ് ഒരു ഒരു മനസ്സിനകത്തൊരു സങ്കോചം, അകത്ത് കയറണോ വേണ്ടായോ എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അവസാനം എന്ത് വന്നാലും ഓക്കെ, എന്ത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അകത്ത് പ്രവേശിച്ചു. അതിനകത്ത് പ്രവേശിച്ചപ്പോൾ ഒരു പ്രായമുള്ള ഒരു പിതാവ് ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ദൈവവചനം സംസാരിക്കുന്നു. ഞാൻ ആ ദേവദാസനെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മുടെ അലസച്ചാരി വീട്ടിലേക്ക് വരികയും അപ്പോൾ അവിടെ വെച്ചൊക്കെ ഇങ്ങനെ പലപ്പോഴും കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനവിടെ ചെന്നു. പക്ഷെ ഞാൻ ചെന്നപ്പോൾ എന്നെ അധികം ശ്രദ്ധിച്ചില്ല ആരും. ഞാൻ ഏറ്റവും ബാഗിലായിട്ട് കയറിയിരുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പം ആ പാസ്റ്റർ പറഞ്ഞു, ഇന്ന് നമ്മുടെ മധ്യത്തിൽ ആൾ വന്നിട്ടുണ്ട്, അദ്ദേഹം ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ഇടയാത്തി. അന്നേരമാണ് ഈ ബിജു എന്ന സഹോദരൻ പുറമോട്ട് തിരിഞ്ഞു നോക്കുകയും അദ്ദേഹം എന്നെ കാണുകയൊക്കെ ചെയ്തു. അവിടെ എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ കണ്ടു, അവരെനിക്കൊരു പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ വിശ്വാസ ജീവിതത്തിന്റെ ഫസ്റ്റ് ചുവട് അവിടാണ് തുടങ്ങുന്നത്. അതിനുശേഷം ഞാൻ സ്ഥിരമായി പ്രാർത്ഥനയ്ക്ക് പോകുവാനും അതുപോലെ സിയുടെ സഭയിൽ സിയുടെ കാര്യങ്ങളൊക്കെ പങ്കുചേരുവാനും അവരുടെ ദൈവമക്കളുടെ കൂട്ടായ്മ ചേരുവാനും, അതുപോലെ 95 കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനൊക്കെയും ഇടയായിത്തീർന്നു. 95 നവംബർ മാസം 11-ാം തീയതി കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. 96 ഏപ്രിൽ മാസം 28-ാം തീയതി ജലത്തിൽ സ്നാനമേറ്റു. അങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ അങ്ങനെ വിശ്വാസത്തോടെ അങ്ങനെ പോയി തുടങ്ങി. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനോട് ഞാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചായിരുന്നു, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ജ്യേഷ്ഠൻ നിങ്ങൾ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ജ്യേഷ്ഠൻ പറഞ്ഞു, എനിക്കെന്താ കുഴപ്പം, ഒരു പ്രശ്നമില്ല, നിനക്ക് പോകുന്നെങ്കിൽ പോകാം, നിന്റെ ഇഷ്ടം, അതൊക്കെ വ്യക്തിപരമായ വിഷയമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ അപ്പാപ്പൻ്റെ മോൻ അടുത്തുണ്ട്, ഞങ്ങളുടെ ചുറ്റുപാടത്തുള്ള കുറെ സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരൊക്കെ പറയാം, അതൊക്കെ നിന്റെ ഇഷ്ടം, നിന്റെ വ്യക്തിപരമായ വിഷയമാണ്, നിനക്ക് പോകണമെങ്കിൽ പോകാം, പോകണ്ടെങ്കിൽ പോകണ്ട എന്ന് അവർ എനിക്കൊരു സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇച്ചിരി ഒരു ബലമായി പോകാം എന്നുള്ളത്. അപ്പൊ ഞാൻ വിശ്വാസികൾ വന്നപ്പോൾ എൻ്റെ ഭവനത്തിലേക്ക് ഒരു ലെറ്റർ എഴുതി. അന്നൊന്നും അറിയാമല്ലോ, ഫോണിന്റെ അത്ര വലിയ ഉപയോഗമൊന്നുമില്ല. അപ്പൊ ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് ഒരു ലെറ്റർ എഴുതി, ഞാനിതുപോലെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പപ്പയ്ക്ക് അതിൻ്റെ അപ്പച്ചനും അമ്മയ്ക്കും ഒരു കത്തൊക്കെ എഴുതിയപ്പോൾ 1 മാസത്തിന് ശേഷം എനിക്കൊരു കത്ത് തിരിച്ചു വന്നു. ഓക്കെ, നല്ല കാര്യമാണ്, നീ പൊയ്ക്കോ, കുഴപ്പമൊന്നുമില്ല, പക്ഷേങ്കിൽ ഒരു കാര്യം, അതിൻ്റെ അടിയിൽ ഒരു നോട്ടിട്ട് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്, ഇനി മേലാൽ ഇങ്ങോട്ട് തിരിച്ച് വന്നേക്കരുത്, ആ വഴി ഇങ്ങ് പൊക്കോണം എന്നും പറഞ്ഞിട്ട്. എൻ്റെ അപ്പനൊരു മദ്യപാനിയാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുള്ളി ഒരു ഭയങ്കര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭയങ്കര ഒരു ആരാധകനാണ്. അപ്പൊ അതുകൊണ്ട് എൻ്റെ അപ്പൻ ഞങ്ങളുടെ കാര്യത്തിൽ വിശ്വാസമല്ല, അമ്പലത്തിലൊന്നും പോകില്ല, എന്നൊരു ആളാണ്. അപ്പം ഞാൻ ആ ലെറ്റർ എഴുതി, എനിക്ക് തിരിച്ച് റിപ്ലൈ വന്നു, ഇനി ഇങ്ങോട്ട് വരണ്ട എന്നൊരു റിപ്ലൈ വന്നു. അപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത, ഞാൻ വന്നിട്ട് ഒരു കുറെ നാളായി, എന്നാൽ അപ്പനെ പോയി കാണാം, ഇനി അവരെന്ത് പറഞ്ഞാലും നമുക്കറിയാമല്ലോ, എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് എന്ത് വന്നാലും നേരിടാനുള്ള രീതിയിൽ ഞാൻ എൻ്റെ ചേട്ടനോട് ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് ദിവസം അവധി വേണം, നാട്ടിൽ നിന്ന് പോകാനാണ്. ഓക്കെ, പൊക്കോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എൻ്റെ മുതലാളി, അതായത് ഞാൻ ജോലി ചെയ്യുന്ന അവിടുത്തെ മുതലാളി എന്നെ വിളിക്കും. ഞാൻ എന്ന് പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി അന്ന് അദ്ദേഹം എന്നെ ഉപദേശിന്ന് വിളിക്കാൻ തുടങ്ങി. എന്നെ ഉപദേശിച്ച് വിളിക്കും. ഞാനൊന്നും പറഞ്ഞില്ല, ചിരിച്ചുകൊണ്ട് അതൊക്കെ സ്വീകരിക്കും. അപ്പൊ അങ്ങനെ ഞാൻ അതുമായിട്ട് അങ്ങനെ പോയി. അതിനുശേഷം നാട്ടിൽ പോയി. നാട്ടിൽ ചെന്നപ്പം വീട്ടിൽ ആരുമില്ല, അപ്പനും അമ്മയും ജോലിക്ക് പോയിരിക്കുകയാണ്. അവർ വരുന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്തു. വൈകിട്ടായപ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചി വന്നു. അമ്മച്ചി ഒന്ന് കുറെ കരയുകയും പറയുകയൊക്കെ ചെയ്തു. ഞാൻ ശേഷം പറഞ്ഞു, അപ്പം വരുന്ന ഇവിടെ പൊക്കോ, ഇവിടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയില്ല, ഞാൻ അപ്പനെ കണ്ടിട്ട് എന്തായാലും പോകുന്നുള്ളെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്നു. അപ്പന് രാത്രി അപ്പം വെളിവൊന്നുമില്ല അപ്പം വന്നപ്പം. അപ്പൊ ഞാൻ എന്നെ കണ്ടപ്പം, നീ എപ്പോൾ വന്നെന്നൊക്കെ ഇങ്ങനെ ഒന്ന് ചോദിച്ചു. പിന്നെ ഒന്നും മിണ്ടിയില്ല, കാരണം വെള്ളം അടിച്ച് കഴിഞ്ഞാൽ പിന്നെ വിളി സൈലന്റാ. അപ്പൊ അന്നൊന്നും മിണ്ടിയില്ല. ഞാൻ വീട്ടിൽ അന്ന് കിടന്നുമില്ല. ഞാൻ എൻ്റെ മാമന്റെ വീട്ടിൽ പോയി, അവിടെയാണ് കിടന്നത്. പിറ്റേ ദിവസം ഞാൻ രാവിലെ വീട്ടിൽ വന്നു. അപ്പൊ അപ്പനോടൊപ്പം പറഞ്ഞു, എടാ നിന്നോട് പറഞ്ഞല്ലേ വീട്ടിൽ വരുന്നത്, എന്തിനാ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചൂടായി. ഞാൻ പറഞ്ഞു, ഇവിടെ നിൽക്കണ്ട, നീ പൊക്കോ, തിരിച്ചു പൊക്കോ, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് മുമ്പ് ഉള്ള ചില കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഞങ്ങളുടെ വിദ്യാഭ്യാസ സമയത്ത് ഞങ്ങൾ
അമ്പലത്തിൽ ശാഖയ്ക്ക് പോകുമായിരുന്നു. ഞങ്ങൾ 3 പേര് ശാഖയ്ക്ക് പോകുമായിരുന്നു. ഞങ്ങൾ RSSുമായിട്ടുള്ള ബന്ധത്തിൽ ശാഖയ്ക്ക് ഞങ്ങൾ പോകുമായിരുന്നു. ഞങ്ങൾ എല്ലാവരും പോകുമായിരുന്നു. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ആ സമയത്ത് ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് ഞങ്ങളുടെ ഏരിയയുടെ ഒരു ലീഡറായിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിനിടയാക്കി. അപ്പൊ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഭയങ്കര വിരോധമായിരുന്നു. ഞാൻ ഞങ്ങളുടെ ആകുമ്പഴി എന്ന സ്ഥലത്ത് പോവുകയും പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ 3-4 ദിവസം അവിടെ നിന്നു. അപ്പൊ ഒരു ദിവസം ഞാൻ ആങ്ങമ്പഴിയിലോട്ട് ഇങ്ങനെ എൻ്റെ വീടും ജംഗ്ഷനുമായിട്ട് 1/2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഞാൻ ആ ജംഗ്ഷനിലോട്ട് പോകുന്ന സമയത്ത് RSSന്റെ ചില അന്ന് ഉള്ള ചില സുഹൃത്തുക്കള് എൻ്റെ ചുറ്റും വന്നിട്ട് എന്നോട് ചോദിച്ചു, നീ എന്തിനാണ് പെന്തക്കോസ്തിൽ പോയത്, അല്ലെങ്കിൽ നീ എന്തിനാണ് ചർച്ചിൽ പോകുന്നത്, നമ്മുടെ അമ്പലത്തിൽ ആരാധിച്ചാൽ പോരായോ, അല്ലെ അവിടെ പ്രാർത്ഥനയ്ക്ക് പോയാൽ പോരാ? ഞാൻ പറഞ്ഞു അതെന്റെ വ്യക്തിപരമായ വിഷയം എന്ന് അവരോട് പറഞ്ഞു. അപ്പൊ അവര് എന്നെ ചുറ്റും വളഞ്ഞ് എന്നെ ഉപദ്രവിക്കാനുള്ള ഒരു ചുറ്റുവട്ടത്തിലാണ് അവർ വന്നത്. അവർ ഉപദ്രവിക്കാനുള്ള ഒരു തീരുമാനമെടുത്താണ് വന്നത്. എന്നാല് എൻ്റെ കർത്താവ് അവരുടെ കരങ്ങളെ അനങ്ങാൻ പോലും സമ്മതിച്ചില്ല. കാരണം ഞാൻ ഇങ്ങനെയായിരുന്ന സമയത്ത് എന്നോട് അവർ പറഞ്ഞത്, നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കാനായിട്ടാണ് വന്നത്, പക്ഷേ എന്തോ ഞങ്ങളുടെ മനസ്സിന് സമ്മതിക്കുന്നില്ല. ഞാൻ ചോദിച്ചാൽ എന്താണ് കാരണം, ആരാണ് വിട്ടത്? അവൻ പറഞ്ഞു, വിട്ടത് വേറെ ആരും, നിന്റെ മൂത്ത ജ്യേഷ്ഠൻ തന്നെ. പക്ഷെങ്കിൽ നിന്നെ ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടും നീ ഞങ്ങളുടെ കൂട്ടുകാരനായതുകൊണ്ടും ഞങ്ങൾക്ക് നിന്റെ ചേട്ടന്റെ വാക്ക് ഇരിക്കാനും പറ്റത്തില്ല, എന്നാൽ നിന്നെ ഞങ്ങൾക്ക് ചെയ്യാനോട്ട് സാധിക്കുന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാനോട് പറഞ്ഞു, ഓക്കെ, എന്നെ കിട്ടിയില്ലെന്ന് നീ ജ്യേഷ്ഠനോട് പറഞ്ഞാൽ, നിങ്ങൾ ജ്യേഷ്ഠനോട് പറഞ്ഞാൽ മതി. എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണെന്ന് ഓർക്കണം. എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ് എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് RSSകാരായ ചെറുപ്പക്കാരെ വിട്ടിരിക്കുകയാണ്. എന്നാൽ അവർക്ക് എന്നെ ഒന്നും ചെയ്യാനോട്ട് മനസ്സ് വരുന്നതുമില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവ് എന്നെ കണ്ടതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പൊ ഞാനൊരു ജ്യേഷ്ഠൻ തമ്മിൽ ഒത്തിരി സംസാരങ്ങൾ നടന്നു അതിൻ്റെ ഇടയ്ക്ക്. എന്നാൽ അവിടെയൊക്കെയും ഞാൻ പലപ്പോഴും പല ഭാഗങ്ങളും മൗനമായിട്ടിരുന്നു. എന്നാൽ ചില ഭാഗങ്ങൾ അതിനോട് എതിർത്ത് സംസാരിച്ചു. അപ്പൊ എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞു, നീ ഇവിടെ നിൽക്കണ്ട, നീ പെട്ടെന്ന് പൊക്കോ എന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് പറഞ്ഞു വിടാനിടയായി തീർന്നു. ഞാൻ വീണ്ടും ബോയ്സറിലേക്ക് തിരിച്ചു വന്നു. ഞാൻ അവിടെ ഇങ്ങനെ ജോലിയുടെ ബന്ധത്തിലായിരുന്നു, ജോലി ചെയ്ത് അതോടൊപ്പം തന്നെ ആരാധനയ്ക്ക് പോവുകയൊക്കെ ചെയ്തു. എന്നാല് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല ദേവദാസന്മാരും അതിനോട് പറയും, സഹോദരൻ, നിന്നെ കർത്താവിന് വേലയ്ക്ക് വേണ്ടി കണ്ടിരിക്കുന്നതാണ്, നീ കർത്താവിന് വേല ചെയ്യണം. അപ്പൊ ഞാൻ പറയും, പൊന്നു പാസ്റ്ററെ, ഞാൻ ദൈവത്തെ ആരാധിക്കണം, ഞാൻ ആരാധിക്കാം. എനിക്ക് കർത്താവിന്റെ വേല എന്തെന്നോ അല്ലെങ്കിൽ ശുശ്രൂഷ എന്തെന്നോ ദൈവവചനം എന്തെന്നോ എനിക്കറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് അതിനോടൊന്നും ഒരു താല്പര്യവുമില്ല. കർത്താവിനെ ആരാധിക്കാനാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, ഞാൻ ദൈവത്തെ ആരാധിച്ച് ഞാൻ അങ്ങ് പൊക്കോളാം എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഏതെല്ലാം പ്രാർത്ഥനയ്ക്ക് അവിടെ എപ്പോഴും ഗസ്റ്റ് ഉണ്ടാവും ചർച്ചിൽ, ഏതൊക്കെ പ്രാർത്ഥനയ്ക്ക് ഏതെല്ലാം പാസ്റ്റർമാർ വന്നാലും ഇനി ഞാൻ അന്നൊക്കെ ചിന്തിച്ചത് മിക്കവാറും അടുത്ത പാസ്റ്റർ പറഞ്ഞിട്ടായിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത്, സത്യം പറയാമല്ലോ. എന്നാൽ പിന്നീട് എനിക്ക് മനസ്സിലായി, ഇത് ആരും പറഞ്ഞിട്ടല്ല, ദേവദാസന്മാർക്ക് കിട്ടിയ ആലോചനയാണ് അവർ എന്നോട് പറഞ്ഞത് മനസ്സിലായി. കാരണം എന്നോട് ഒരു ദേവദാസൻ പറഞ്ഞു, നിന്നെ ഈ ജോലി നിലനിർത്തത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്താണ്? ഞാൻ പറഞ്ഞു, നീ എത്ര ജോലി ചെയ്യാൻ ശ്രമിച്ചാലും ഈ ജോലി നിനക്ക് സ്ഥിരതയോടെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം നിന്നെ കർത്താവ് കണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയാൻ കാരണം, പലപ്പോഴും എനിക്ക് ഞാൻ വിശ്വാസത്തിൽ വന്നതിന് ശേഷം എനിക്ക് പലപ്പോഴും അസുഖങ്ങൾ വരാൻ തുടങ്ങി. അതിനു മുമ്പ് എനിക്ക് അസുഖങ്ങളൊന്നുമില്ല, ഒരു പ്രശ്നമില്ലായിരുന്നു. ഞാൻ നല്ല ജോലി ചെയ്യും, രാത്രിയും പകലും ഇല്ലാതെ ഡേ നൈറ്റ് ഫുള്ളായിട്ട് ജോലി ചെയ്യും, ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. എന്നാലും കർത്താവിന്റെ സ്ഥലത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചില അസുഖങ്ങൾ എനിക്ക് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ ഇങ്ങനെ എനിക്ക് സംഭവിക്കുന്നത്? ഞാൻ എൻ്റെ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ, ഞാൻ വിശ്വാസി വരുന്നതിന് മുമ്പ് എനിക്ക് ഇങ്ങനെ അസുഖങ്ങളൊന്നും വരാറില്ലായിരുന്നു, പക്ഷെ ഞാൻ വിശ്വാസി വന്നപ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ അസുഖം വരുന്നു? അപ്പൊ പാസ്റ്റർ പറഞ്ഞു, എടാ, ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. നീ ജോലി ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കർത്താവ് ആഗ്രഹിക്കുന്നില്ല, നീ കർത്താവിന് വേല ചെയ്യാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, നീ അതിനോട് സമർപ്പിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം എനിക്ക് കാശുണ്ടാക്കണം, ഒരു ഇച്ചിരി എന്തായാലും ക്യാഷ് സമ്പാദിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം, എൻ്റെ ചുറ്റുപാടില് എനിക്ക് പോയി നല്ലൊരു ഗമയിലൊക്കെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു പാസ്റ്ററോട് പറയുമായിരുന്നു. ഞാൻ പാസ്റ്റർ പറഞ്ഞു, ഓക്കെ, എന്തായാലും നിനക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്ററും സഭയും എല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ ജീവിതത്തില് സഹിക്കാൻ വയ്യാത്ത ചില പ്രശ്നങ്ങൾ കടന്നു. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം ഇങ്ങനെ ജോലി ചെയ്ത സമയത്ത് 2 നില ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ജോലി ചെയ്തിട്ട് 3 നിലയുടെ മണ്ടയ്ക്ക് താഴെ വീഴുവാനിടയായിട്ട് അവിടെ പൈപ്പ് ഇടാൻ ഒരു ഹോൾ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കാല് സ്ലിപ്പായിട്ട് ഞാൻ താഴേക്ക് വീഴാനിടയായി. അത് വലിയൊരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. എന്നാൽ ആ കമ്പനിയുടെ ചുറ്റും ഒത്തിരി
മിഷൻസ് ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ ഒന്നിൻ്റെ മണ്ടയ്ക്ക് വീഴാതെ ഞാൻ നേരെ ചെന്ന ഫ്ലോറിലാണ്, ഗ്രൗണ്ട് ഫ്ലോറിലാണ് വീഴാനിടയായി തീർന്നത്. എന്നാൽ എൻ്റെ കാലിന് ചെറിയൊരു മുടന്തുണ്ടായി. എൻ്റെ ഏത് കാലാണോ പാരലൈസ് നേരത്തെ ആയിരുന്നത് അതേ കാല് തന്നെ ഒന്ന് വീണ് ചെറുതായിട്ടൊരു മുടന്ത് കൊണ്ടുപോകാനിടയായി. അപ്പോഴും എനിക്ക് കർത്താവിന് വേല എന്നുള്ള യാതൊരു ആഗ്രഹവും ചിന്തന മനസ്സിൽ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ജോലി ഞാൻ ചികിത്സിച്ച് കാലൊക്കെ ഭേദമായി. അതിനുശേഷം വീണ്ടും ഞാൻ ജോലിക്ക് പ്രവേശിച്ചു. ജോലിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഒരു ദിവസം ഒരു കമ്പനിയിൽ ഒരു ഗ്യാസ് ഈ മരുന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഞങ്ങൾക്ക് ഒരു വർക്ക് ഉണ്ടായിരുന്നു. ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടാങ്കിനകത്ത് ഇറങ്ങേണ്ട ഒരു ആവശ്യം. അപ്പം ഞങ്ങളുടെ സീനിയറായിട്ട് ജോലി ചെയ്യുന്ന വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മുതലാളിയോട് പറഞ്ഞു, ഞങ്ങൾ ചേട്ടാ എന്നാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഇറങ്ങാം, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് പെട്ടെന്ന് അതിൻ്റെ മാസ്കും മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് തന്നു. ഓക്കെ, അതിൻ്റെ ഇറങ്ങുമ്പം സുരക്ഷ ആവശ്യമാണെന്നൊക്കെ പറഞ്ഞ് സേഫ്റ്റിയൊക്കെ തന്നു. എനിക്ക് ബെൽറ്റൊക്കെ ഇട്ട് തന്നെ ആ ടാങ്കിക്കകത്തേക്ക് ഇറക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു എന്തെങ്കിലും നിനക്കൊരു ബുദ്ധിമുട്ട് തോന്നിയാൽ പെട്ടെന്ന് ആ കയറയിലൊന്ന് വലിച്ചേക്കണേന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതിനെ പൊക്കി എടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ അതിനകത്ത് ഇറങ്ങി ഒരു 7-8 മിനിറ്റ് അതിനകത്ത് ഇറങ്ങി പണി ചെയ്തു. ചെയ്യേണ്ടുന്ന ജോലി ഞാൻ കറക്റ്റായിട്ട് ചെയ്ത് അപ്പോൾ എനിക്ക് എന്തോ ഒരു തലയ്ക്കൊരു ഖനം പോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് കയറെ പിടിച്ചിങ്ങനെ വലിച്ചു. അവർ പെട്ടെന്ന് എന്നെ മേളിൽ കയറ്റി. പക്ഷേ മേളിൽ കയറ്റിയപ്പോൾ എനിക്ക് ഗ്യാസ്, എൻ്റെ ശരീരം മൊത്തം ഗ്യാസ് നിറഞ്ഞു. എൻ്റെ ബോധം, ഞാൻ മേളിൽ കയറിയപ്പോൾ എൻ്റെ ബോധം നഷ്ടപ്പെട്ടു. അവർ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഏകദേശം 7 ദിവസം എനിക്ക് ലോകം എന്തെന്നോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആരാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ബെഡിൽ കിടക്കുകയാണ്. 7 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധം വീഴുന്നു. അപ്പോൾ സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ഞാൻ ആ ദിവസങ്ങൾ അറിയുന്നില്ല. ഞാൻ 7 ദിവസം കഴിഞ്ഞ് 8ാമത്തെ ദിവസം എൻ്റെ റൂമിൽ ചെന്നപ്പോഴാണ് എൻ്റെ ജ്യേഷ്ഠൻ ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നത്, ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ എന്നോട് പറയുന്നത്. അപ്പോൾ എനിക്കൊരു ചിന്ത വന്നു, കർത്താവേ, ഒരു പക്ഷേങ്കിൽ നേരത്തെ ദേവദാസൻ പറഞ്ഞത് ശരിയായിരിക്കാം. കാരണം നിന്നെ ഈ ജോലി തുടരാൻ സമ്മതിക്കില്ല എന്നൊരു ശബ്ദം അന്ന് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇനി കർത്താവിന് പേര് ചെയ്യാനായിരിക്കാം ദൈവത്തിൻ്റെ ഹിതം. ഞാൻ പിന്നെ അതിനുവേണ്ടി സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നാളെ ദിവസത്തെ ഭാവി എങ്ങനെ ബാധിക്കും, ഞാൻ എന്തായിത്തീരും എന്ന് എനിക്ക് ഒരു ചിന്ത എല്ലാവരും പഠിക്കും എൻ്റെ ജീവിതത്തിൽ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ ഇത്രയും നാളെ എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചു, എന്നിനി ഞാൻ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷമായിട്ട് ഞാൻ നാട്ടിലേക്ക് പോയി. നാട്ടിലേക്ക് പോകാൻ കാരണം എനിക്ക് മലേറിയ, ടൈഫോയിഡ്, മഞ്ഞപ്പിത്തം ഇത് 3 ഒരുമിച്ച് എൻ്റെ തലച്ചോറിലേക്ക് പ്രവേശിപ്പാൻ ഇടയായി. അപ്പോൾ അവിടെ എന്നെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു, നീ നാട്ടിൽ പോകും, നാട്ടിൽ എവിടെയെങ്കിലും പോയിട്ട് പച്ചമരുന്ന് കഴിക്കുക, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അതിനുള്ള ബന്ധത്തിൽ ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ എന്നെ നാട്ടിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. ഏകദേശം ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നോർമലായി. അതിനുശേഷം അവിടെ നാട്ടിൽ ഞാൻ എന്ന് വിശ്വാസത്തിൽ വന്നു അന്ന് ആ വർഷത്തെ അതിൻ്റെ 1 വർഷം മുമ്പ്, അതായത് 94 എൻ്റെ ഗ്രാമത്തിൽ IPC ഒരു ചർച്ച ഉണ്ടായിരുന്നു. എൻ്റെ മാതാവിൻ്റെ വീടിന് അടുത്തായിട്ടാണ്. എന്നാൽ അതേ ഗ്രാമത്തിൽ തന്നെ ഏജിയുടെ ഒരു ചർച്ച്, ഒരു പുതിയ പ്രവർത്തനം ഇവിടെ പാസ്റ്റർ PP തോമസ് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ലോകത്തിൽ മാറ്റപ്പെട്ടത്. ദേവദാസന കുടുംബവും അവിടെ വന്ന് കർത്താവിന് വേല ചെയ്യാൻ തുടങ്ങി 94. വീണ്ടും ഞാൻ ആ സഭയുമായുള്ള ബന്ധത്തിൽ അവിടെ കൂട്ടായ്മയ്ക്ക് പോകാൻ ഇടയായി തീർന്നു. അങ്ങനെ അവരുമായിട്ട് ചേർന്ന് ഏകദേശം 1.5 വർഷത്തോളം അവിടെ കർത്താവ് അവിടെ ഒരുമിച്ചായിരുന്നു. അങ്ങനെ 99 ഞാൻ ദൈവവചനം പഠിക്കാൻ തീരുമാനിച്ചു. 99 റാന്നിയിൽ ഫെയ്ത്ത് ബൈബിൾ കോളേജിൽ പാസ്റ്റർ ബാബു ജോർജ് റാന്നിയിൽ ഇട്ടിയപ്പാറ എന്ന സ്ഥലത്താണ് ബൈബിൾ കോളേജ്. അവിടെ 3 വർഷം പഠിപ്പാനായി ഇടയായി തീർന്നു. എന്നാൽ അവിടെ പഠിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ എന്നോട് കാര്യം പറഞ്ഞു, എല്ലാ മാസവും 250 രൂപ ഫീസ് അടയ്ക്കും. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല, പക്ഷെ എനിക്ക് ദൈവവചനം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് നിർത്താൻ മനസ്സിനെങ്കിൽ നിർത്തുക, ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോയിക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കൊണ്ടുപോയി എൻ്റെ PP തോമസ് പാസ്റ്റർ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, അത് ഷൈലു പഠിക്കട്ടെ, വരുന്ന കാര്യത്തിൽ നമുക്ക് ക്രമീകരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അഡ്മിഷൻ ലഭിച്ചു. പഠിക്കാനായിട്ട് അവിടെ പോയി. എനിക്ക് കാര്യങ്ങളും മനസ്സിലാകുന്നില്ല. കാരണം എനിക്ക് ബൈബിളുമായിട്ട് വലിയ കാഴ്ചപ്പാടോ കാര്യങ്ങളോ ഒന്നുമില്ല.
പഠിപ്പിക്കുന്ന ഒന്നും മനസ്സിൽ കയറുന്നില്ല. എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ, കോളേജുമായി ബന്ധപ്പെട്ട കിച്ചന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അതൊക്കെ ചെയ്യാനായിട്ട് ഓക്കെ, അതൊക്കെ അങ്ങ് നടക്കുന്നുണ്ട്. പഠിത്തത്തോടുള്ള ബന്ധത്തില്, കാരണം വർഷങ്ങളായി ആ ടച്ച് വിട്ടുപോയി. അപ്പോൾ വീണ്ടും വളരെ പരിശ്രമിച്ച് ഒത്തിരി കഷ്ടപ്പെട്ടു. രാത്രിയും പകലൊന്നില്ലാതെ വളരെ കഷ്ടപ്പെട്ടാണ് ആ 3 വർഷം അവിടെ വിദ്യാഭ്യാസം നടത്തിയത്. എന്നാൽ 3 വർഷം പഠിപ്പാൻ കർത്താവ് ഇടയാക്കി. 2002 ഗ്രാജുവേഷൻ ചെയ്ത് അവിടെ അവിടെ ചില 6 മാസത്തോളം ആ കോളേജിൽ തന്നെ നൈറ്റ് പ്രെയർ, അവിടെ എല്ലാ ദിവസവും നൈറ്റ് പ്രെയർ ഉണ്ട്. നൈറ്റ് പ്രെയർ ലീഡ് ചെയ്യാനായിട്ട് എന്നെ അവിടെ നിയോഗിച്ചു. അപ്പൊ ഈ വിദ്യാഭ്യാസ സമയത്ത് തന്നെ എല്ലാ മാസവും 250 രൂപ അവിടെ ഫീസ് അടയ്ക്കണം. അപ്പൊ ഞാൻ ഒരു കർത്താവ്, ഞാൻ എവിടെ നിന്നാണ് കൊടുക്കുന്നത്, എന്നെ സഹായിക്കാൻ ആരുമില്ല. അപ്പം ആർക്കും ലഭിക്കാത്ത ഒരു എന്താണ് പറയുന്ന ഒരു പ്രൊട്ടക്ഷൻ എന്നോ അല്ലെങ്കിൽ പ്രൊമോഷൻ എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു പ്രൊമോഷൻ ലഭിച്ചെന്ന് പറയാം. അവിടുത്തെ മാനേജറായിരിക്കുന്ന പാസ്റ്റർ ജിനു എന്ന് പറയുന്ന ഒരു മാനേജർ ദിവസനുണ്ട്. ദിവസനോട് ചോദിച്ചടാ, നമുക്കൊരു മീറ്റിംഗ് പോയാൽ മീറ്റിംഗ് വരാമെന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് വരാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരാധിക്കണം. ഞാൻ പറഞ്ഞു ആരാധിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഒരു ഏരിയയിൽ ഒരു മീറ്റിങ്ങിനായിട്ട് എന്നെ കൊണ്ടുപോയി. അവിടെ ഞങ്ങൾ ആരാധിച്ചു. എനിക്ക് അവിടെ ആദ്യമായിട്ട് ഞാൻ പ്രസംഗിക്കുന്ന, എൻ്റെ ചർച്ച ഞാൻ പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്, എങ്കിലും പുറത്ത് ചർച്ച വിട്ടിട്ട് പുറത്തൊരു സ്ഥലത്ത് ആദ്യമായിട്ട് പ്രസംഗിക്കാൻ പോവുകയാണ്. ഒരു 15 മിനിറ്റ് എനിക്ക് ആ ദേവദാസം തന്നു. ഞാൻ വേറെ തന്നെ ഒഴുകി ആകപ്പാടെ പ്രശ്നമായി. കാരണം ഒരു പുതിയ സമൂഹത്തിന്റെ ഇടയിൽ പോയി പ്രസംഗിക്കുന്നതാണ്, മറ്റ് നമ്മൾ പരിചയമില്ലാത്ത ആൾക്കാരുടെ ഇടയിലാണ്. എന്താണ് പ്രസംഗിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ അവരുടെ മധ്യത്തിൽ ദൈവവചനം എടുത്തു, സംസാരിച്ചു. ഒരു 10 മിനിറ്റ് ഞാൻ പ്രസംഗിച്ചു. എനിക്ക് 15 മിനിറ്റ് തന്നെങ്കിലും 10 മിനിറ്റ് പ്രസംഗിക്കാൻ പറ്റിയുള്ളൂ. എന്നാൽ അതിനുശേഷം ആ ദിവസനോട് പറഞ്ഞു, ഇനി മുതൽ എല്ലാ ആഴ്ചകളും വ്യാഴാഴ്ച ദിവസം നീ ഇവിടെ വരണം, മീറ്റിംഗ് നടത്തണം. അപ്പൊ അദ്ദേഹത്തിന് ഏകദേശം 5 ഏരിയ ആ ഏരിയയുടെ അത് നോക്കുന്നുണ്ട്. അപ്പൊ ഒരു ഏരിയ എനിക്ക് പൂർണ്ണമായിട്ട് വിട്ടത്. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ള ഒരാളിനെ കൂടെ നിന്റെ കൂടെ കൊണ്ടുപോകും. അപ്പൊ ഞാൻ എൻ്റെ ഇഷ്ടമുള്ള ഒരാളിനെ, ഷിജിമോൻ എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട്, എന്നോട് ട്രിവാൻഡ്രത്തുള്ളതാണ്. അദ്ദേഹത്തിന് പറയാം നമുക്ക് ഇതൊരു മീറ്റിംഗ് ഉണ്ട്, നമുക്ക് പോകണമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം പിന്നെ മാനേജർ ഞങ്ങൾക്ക് പെർമിഷനൊക്കെ പ്രിൻസിപ്പളിന്റെ മേടിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ ആഴ്ചകളും അങ്ങനെ അവിടെ പോകും. അപ്പൊ അവിടെ നിന്ന് ഞങ്ങൾക്ക് തുച്ഛമായ പോകുമ്പോൾ ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ട് ഞങ്ങൾ വെച്ച് സ്വരൂപിച്ച് ഓരോ മാസവും അവിടുത്തെ ഫീസ് അടയ്ക്കാനായിട്ട് ഇടയാക്കി. അങ്ങനെ ഫീസുകളൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മാമൻ ഗൾഫിലാണ്. എൻ്റെ മാമൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പൈസകളൊക്കെ അത്യാവശ്യം അയച്ചു തരും. അങ്ങനെ അപ്പൊ ഞങ്ങൾ മീറ്റിങ്ങിന് പോകുമ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ സോപ്പ് ഇല്ലാത്തവരുണ്ട്, എണ്ണ ഇല്ലാത്തവരുണ്ട്, അത്യാവശ്യം പേസ്റ്റ് ഇങ്ങനെയുള്ള കാരണം ഇല്ലാത്ത ഒത്തിരി സഹോദരങ്ങളുണ്ട്. അപ്പം ഞങ്ങൾക്ക് വെളിയിൽ പോകാൻ അവസരം കിട്ടുന്നത് കൊണ്ടും അവിടെ നിന്നൊക്കെ ഞങ്ങൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് തുച്ഛമായ ഒരു എമൗണ്ട് കിട്ടും. അത് ഞങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യും. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു വലിയ ഒരു ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെ മറ്റു കൂട്ടുകാരെയൊക്കെ സഹകരിച്ച് ഞങ്ങൾ സഹായിച്ച് ഒക്കെ അങ്ങനെ അവിടുത്തെ ആ ജീവിതം അങ്ങനെ മുമ്പോട്ട് കൊണ്ടു. അതോടൊപ്പം തന്നെ എനിക്ക് അവിടുത്തെ കിച്ചന്റെ ലീഡറായിട്ടും അതുപോലെ സാധനങ്ങൾ പോയി വാങ്ങാനും എടുക്കാനും ഒക്കെയുള്ള ഒരു ക്രമീകരണം, വെളിയിൽ പോകാനും അങ്ങനെ വരാനും ഒക്കെയുള്ള ഒരു ക്രമീകരണം എനിക്ക് അന്ന് അവിടെ ആ കോളേജിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ ഇടയായി തീർന്നു. അപ്പൊ എൻ്റെ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ ഞാനൊരു ചേട്ടനും തമ്മിൽ ചെറിയൊരു സംസാരമുണ്ടായിരുന്നു. എൻ്റെ മൂത്ത ജ്യേഷ്ഠനോട് ചോദിച്ചു, എടാ നീ പെന്തക്കോസ് പോയതുകൊണ്ട് നിനക്ക് ആര് പെണ്ണ് തരും എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു. അപ്പൊ ഞാനൊരു ജ്യേഷ്ഠനോട് പറഞ്ഞു, മൂത്ത ജ്യേഷ്ഠനാണ്, ഞാൻ പറഞ്ഞു ജ്യേഷ്ഠൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും മുമ്പിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവര് പറഞ്ഞു അതെവിടെയും നടക്കൂടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എവിടെ നടക്കൂലെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ നടക്കുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ 26-ാം വയസ്സിൽ വിവാഹം കഴിച്ചു. എന്നാൽ എൻ്റെ മൂത്ത ചേട്ടൻ 40-ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. അപ്പം അങ്ങനെ ഞാനൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. പത്തനംതിട്ട ജില്ലയിൽ തന്നെ പുതുക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത്, മലയാളപ്പുഴ പുതുക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് AG ചർച്ചുമായി ബന്ധപ്പെട്ട ഒരു സഹോദരി ബിന്ദു, അവരും ഈഴവ കുടുംബത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്ന ഒരു ഫാമിലിയാണ്. അവരെല്ലാവരും വിശ്വാസിലായിരുന്നു. അവിടുന്ന് സഹോദരി വിവാഹ ജീവനിടയായി തീർന്നു. അതിനുശേഷമായിട്ട് ഇനി കർത്താവിന്റെ വേലയ്ക്കായി പോകണമല്ലോ, എങ്ങോട്ട് പോകണം അറിയില്ല. വിവാഹം കഴിഞ്ഞപ്പോൾ വീട്ടുകാരൊക്കെ ഏറെക്കുറെ നോർമലായി. അപ്പനും അമ്മയൊക്കെ എല്ലാവരും സഹകരിക്കാനൊക്കെ തുടങ്ങി. നല്ല പഴയ പോലൊക്കെ സഹകരിക്കാൻ തുടങ്ങി. ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ സ്നേഹിക്കാൻ തുടങ്ങി. അപ്പൊ പഴയ പോലെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ വിശ്വാസത്തിൽ വരുന്ന സമയത്തൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ എൻ്റെ ഗ്രാമത്തിലുണ്ടായിരുന്നു. കാരണം എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും 2 ഫാമിലികൂടെ ചേർന്നിട്ട് ഏകദേശം 500ഓളം കുടുംബങ്ങൾ ഞങ്ങളുടെ ഗ്രാമപ്രദേശത്ത് ഉണ്ട്.
ഈ 500 കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വരുന്നത്. അപ്പൊ അതിൻ്റെ വളരെ പ്രയാസം. എവിടെ പോയാലും ഇവരെന്നെ ഉപദേശിച്ച് വിളിച്ചങ്ങ് കളിയാക്കുമായിരുന്നു, എന്നെ എന്തെല്ലാം തെറി വിളിക്കുമായിരുന്നു, എന്നെ എന്തെല്ലാം എല്ലാം ചെയ്യുമായിരുന്നു. എന്നാൽ അതെല്ലാം ഞാൻ ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി ഇറക്കി വിട്ടു, ഇങ്ങനെ നടന്നു. അപ്പൊ അവർ വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചു. അപ്പം ഇനി കർത്താവിന്റെ വേല ചെയ്യണം, എവിടെ ചെയ്യണം എന്ന് ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവെ, എവിടേക്കാണ് ഞാൻ പോകേണ്ടത്, എവിടേക്കാണ് എന്നെ അയക്കുന്നത്, എനിക്കൊരു എത്തും പിടിയില്ല, എനിക്ക് അതിനുള്ള കൃപാവരം തരണം, എൻ്റെ കാഴ്ചപ്പാട് തരണം, ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മുണ്ടക്കയം എന്നൊരു സ്ഥലത്ത്, മുണ്ടക്കയം അല്ല ഇടുക്കി കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം എന്നൊരു സ്ഥലത്ത് 35-ാം മൈലില് ഞാൻ എൻ്റെ ആദ്യ പ്രവർത്തനത്തിനായി ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകാനിടയായി തീർന്നു. അന്ന് അവിടെ ആയിരിക്കുന്ന കർത്താവദാസ് PP തോമസ് പാസ്റ്ററും സകല വിശ്വാസികളും എല്ലാവരും കൂടെ ഒരു വണ്ടിയൊക്കെ വിളിച്ച് എല്ലാവരോടും ഒരുമിച്ച് ഞങ്ങൾ പോയി. അവിടെ ഒരു മുന്നമേ തന്നെ അവിടെ ഒരു റൂമിന്റെ കാര്യം ക്രമീകരിച്ചിരുന്നു. വീട്ടിൽ ഞങ്ങൾ പോയി താമസിക്കാനിടയായി തീർന്നു. അവിടെ ഏകദേശം 1 വർഷത്തോളം ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്തു. വേല ചെയ്യുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. അത് എനിക്ക് കിട്ടുന്ന സപ്പോർട്ടല്ല, ആ റൂമിന് കൊടുക്കേണ്ടുന്ന റെന്റാണ്. അതിനുവേണ്ടി എനിക്ക് 500 രൂപ കിട്ടുമായിരുന്നു. ആ 500 രൂപ മേടിക്കാൻ ഞാൻ മുണ്ടക്കയത്തുനിന്ന് പാലായിക്ക് പോകണം. പാലായാണ് ഞങ്ങളുടെ സെന്റർ. അപ്പൊ പാലായി ചെന്നെങ്കിൽ എനിക്ക് 500 രൂപ കിട്ടത്തുള്ളൂ. അപ്പൊ ഞാൻ എല്ലാ മാസവും അവിടെ പോകാറില്ല. കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ ആ പൈസ ചെലവാക്കാനായിട്ട് ഒരു മട്ടിക്കുരിക്ക് വേണ്ടി. അപ്പൊ അതുകൊണ്ട് എല്ലാ മാസവും പോകത്തില്ല. അവിടെ വിശ്വാസികളുടെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഞങ്ങൾ ആദ്യമായിട്ട് ആ ദേശത്ത് പോവുകയാണ്. ഞാനൊരു വൈഫ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഓരോ ഗ്രാമങ്ങളിലും, അവിടെ എല്ലാം കൂടുതലും കുന്നുകളാണ്, എസ്റ്റേറ്റ് ആണ്, ഫുള്ള് റബ്ബർ എസ്റ്റേറ്റ് ആണ്. അപ്പൊ എസ്റ്റേറ്റിന്റെ ഓരോ ലയങ്ങളിൽ ഞങ്ങൾ കയറി ഇറങ്ങാനായിട്ട് തുടങ്ങി. അങ്ങനെ കയറി ഇറങ്ങി ഞങ്ങൾ കർത്താവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞ് പലയിടത്തും വളരെ തിക്തമായ അനുഭവങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത്. ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. എന്നാൽ തിക്തമായ അനുഭവങ്ങൾ വന്നപ്പോൾ കർത്താവെ, ഈ വേല ഇത് ചെയ്യണോ എന്ന് പോലും ചില സമയത്ത് മനസ്സിൽ ചിന്ത വന്നു. എന്നാലും കർത്താവ് ബലപ്പെടുത്തി. അങ്ങനെ ഒരു ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു RC ചർച്ചിലെ വിശ്വാസിയുടെ വീട്ടിലാണ് ചെന്നത്. അപ്പൊ അവിടെ ചെന്നപ്പം ഒരു അമ്മാമയാണ് മുമ്പിലോട് വന്നത്. അപ്പൊ അമ്മ ചോദിച്ചു, ആരാ, എന്താണ്? പാസ്റ്ററാണ്, ഞങ്ങൾ സുവിശേഷം പറയാൻ വന്നതാണ്. പറഞ്ഞു, ഞങ്ങളോട് എന്തിനാ സുവിശേഷം പറഞ്ഞു? ഞങ്ങള് ക്രിസ്ത്യൻസ് ആണ്, ഞങ്ങള് കത്തോലിക്ക ചർച്ചിൽ പോകുന്നവരാണ്, ഞങ്ങളോട് സുവിശേഷം പറയേണ്ട ആവശ്യമില്ല, ഹിന്ദുക്കളുടെ വീട്ടിൽ പോയി അവിടെ സുവിശേഷം പറയാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അമ്മാമയൊക്കെ ഓക്കെ, ചർച്ചിൽ പോന്നെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ഞങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചതല്ല, അമ്മാമ്മ പറഞ്ഞു, നിങ്ങളൊരു ദൈവദാസന്റെ പേരിൽ നിങ്ങളെ മാനിക്കുന്ന പക്ഷെങ്കിൽ ഇപ്പൊ തന്നെ പൊക്കോളാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ ചൂലക്കെട്ട് നിങ്ങൾ അടിച്ചു ഓടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചോദ്യവും അങ്ങനെ സംസാരവും ഒക്കെ അവിടെ നടന്നു. അങ്ങനെ അതിനെക്കുറിച്ച് ആ സഭയില് അവരുടെ RC ചർച്ചിൽ അവർ പറഞ്ഞു, ഏത് ഉപദേശിമാര് വീട്ടിൽ വന്നാലും ആരെയും വീട്ടിൽ കയറ്റും. അവരങ്ങനെ ഒരു തീരുമാനമെടുത്തു. അപ്പൊ അതുകൊണ്ട് ഒരു RC ചർച്ചിൽ നമുക്ക് ചെല്ലാനോ അവരോട് സംസാരിക്കാനോ പറ്റാത്തൊരു സാഹചര്യം വന്നു. എങ്കിലും അവിടെ 1 വർഷം കർത്താവിന്റെ വേല ചെയ്തു. ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ ചില പ്രിയപ്പെട്ടവരോട് ചേർന്ന് ആരാധിപ്പാനായി കടന്നു വന്നു. എന്നാൽ അന്ന് അവിടെ ആയിരുന്ന പ്രസ്ബിറ്റർ, അത് ആലപ്പുഴയിലേക്ക് സ്ഥലം മാറിയപ്പോ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇനി മുമ്പോട്ട് എങ്ങനെ ഇവിടെ എനിക്ക് അറിയത്തില്ല, പാസ്റ്റർക്ക് ഇവിടെ പോകണമെങ്കിൽ പോകാം, നിൽക്കണമെങ്കിൽ നിൽക്കാം, ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പം എനിക്കും അറിയത്തില്ല എന്താ ചെയ്യേണ്ടത്. കാരണം നമ്മളെ ആര് സഹായിക്കും, എങ്ങനെ മുമ്പോട്ട് ഒന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ എൻ്റെ സഭയിലെ പാസ്റ്റർ ഞാൻ എന്താ ചെയ്യേണ്ടത്? പാസ്റ്റർ ഒന്നും പേടിക്കണ്ട, ഷൈരു തിരിച്ചു പോരെ, നമുക്ക് വേറെ ഇവിടുത്തെ പ്രവർത്തനം തുടങ്ങാം, കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് ദിവസനോട് ചേർന്നിട്ട് ദിവസം പറഞ്ഞ വാക്കനുസരിച്ച് ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ കെട്ടി നാട്ടിൽ പോയി. സഭയുള്ള ബന്ധത്തിൽ, ഞങ്ങളുടെ മാതൃസഭയുടെ ബന്ധത്തിൽ ഏകദേശം ഒരു 6 മാസം അവിടെ ആരാധിച്ച് അവിടെ ദേവദാസനോട് ചേർന്ന് പല സ്ഥലങ്ങളിലും സുവിശേഷം പറയാനൊക്കെ കടന്നുപോയി. അത് പലപ്പോഴും എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലാണ് പലപ്പോഴും ചെന്ന് കയറുന്നത്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഭയങ്കര അതിശയമായി ഞാനൊരു ഉപദേശിയായി മാറിയെന്നും ഞാൻ വിശ്വാസം അവർക്കൊക്കെ ഭയങ്കര ആശ്ചര്യമായിട്ട് തോന്നി. എങ്കിലും അവരൊക്കെ നമ്മളെ സ്വീകരിച്ചു, ദേവദാസനൊക്കെ സ്വീകരിച്ചു. അവര് വളരെ രീതിയിൽ അവരോട് സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്തു. അങ്ങനെ വേല ചെയ്ത് അങ്ങനെ പോകുന്ന സമയത്ത് വീണ്ടും എനിക്കൊരു കർത്താവിന്റെ പറഞ്ഞു, ഷൈലു, നമുക്കൊരു പ്രവർത്തനം തുടങ്ങാം. ഞാൻ പറഞ്ഞു, പാസ്റ്റർ നമുക്ക് തുടങ്ങാം, അതിന് ഞാൻ ആഗ്രഹിക്കുന്നു. എവിടെയാ? ഞാൻ പറഞ്ഞു, പാസ്റ്റർ നമുക്ക് ഇന്ന സ്ഥലത്ത് പോയാലോ? ചിറ്റാർ ഒരു സ്ഥലമുണ്ട്, എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ ദൂരമുണ്ട്. വേറെ ചിറ്റാറ് നമുക്കൊന്ന് പോയി നോക്കിയാലോ പാസ്റ്റർ എന്ന് പറഞ്ഞു. ഞാനും പാസ്റ്റർ ഒരു ദിവസം അങ്ങനെ ചിറ്റാറിൽ പോയി. അങ്ങനെ ചിറ്റാറിൽ ഞങ്ങളുടെ AG സഭയുമായിട്ട് ബന്ധത്തിൽ അവിടുത്തെ പാസ്റ്റർ ഇവിടെ നമുക്കൊരു ഗ്രാമമുണ്ട്, അവിടെ ഒന്ന് പോയി
നമുക്കത് വർക്ക് ചെയ്താലോ ചോദിച്ചു. പറഞ്ഞു ഓക്കെ, നമുക്ക് എവിടെയായാലും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പാമ്പിനി എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പോയി അവിടെ ഒരു വീട് കണ്ടു. ആ വീട് കണ്ടത് എന്നെ സ്കൂളിൽ പഠിപ്പിച്ച, എൻ്റെ ഫിസിക്സ് പഠിപ്പിച്ച എൻ്റെ സാറിൻ്റെ വീടാണ്. സാറിപ്പോൾ ആ വീട് അവിടെ വിട്ടിട്ട് പത്തനംതിട്ട ഒരു വീട് പുതിയതായിട്ട് വെച്ച് അവിടെ താമസം മാറി. അപ്പോൾ ഈ വീട് കാലിയാണ്. അപ്പോൾ ആ വീടിൻ്റെ എഗ്രിമെൻ്റ് എഴുതാൻ ചെന്നപ്പോൾ ആ സാറിൻ്റെ വീട്ടിലാണ് ചെല്ലുന്നത്. അപ്പോൾ സാറിനെ വെച്ച്, സാറേ എന്നെ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു സാറേ ഇല്ല, ഓർക്കുന്നില്ല. അപ്പോൾ ഞാൻ മൂത്ത ജ്യേഷ്ഠൻ്റെ പേര് പറഞ്ഞു. മൂത്ത ജ്യേഷ്ഠൻ്റെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, സിംഗ് എന്നാണ് മൂത്ത ജ്യേഷ്ഠൻ്റെ പേര്. ഞാൻ പറഞ്ഞു ഞാൻ സിംഗിന്റെ അനിയനാണെന്ന് പറഞ്ഞു. ഓ, നീ സിംഗിന്റെ അനിയനെന്ന് പറഞ്ഞു. സാർ ഇപ്പോൾ എന്നെ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നല്ല ഇതായി പറഞ്ഞു. അങ്ങനെ ആ വീട് വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ ഏകദേശം 6 മാസം അവിടെ വർക്ക് ചെയ്തു. ഈ നാട്ടിൽ വർക്ക് ചെയ്ത സമയത്തൊക്കെയും എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, നോർത്ത് ഇന്ത്യയിൽ പോകണം, നോർത്ത് ഇന്ത്യയിൽ പോകണം, നോർത്ത് ഇന്ത്യയിൽ പോകണം. വളരെ ഒരു ചിന്ത എൻ്റെ മനസ്സിലിരിക്കുന്നുണ്ട്. കാരണം ഞാൻ ജോലി ചെയ്ത സ്ഥലങ്ങളും അവിടുത്തെ ആ സിറ്റുവേഷൻസും അവിടെയുള്ള ആൾക്കാരെയൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എങ്ങനെയും അവിടെ പോകാൻ ഒരു ചാൻസ് കിട്ടിയാൽ പോകണം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. എന്താ ഞാൻ അവിടെ ചിറ്റാരി വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഏജിയോടുള്ള ബന്ധത്തിൽ പല ദേവദാസന്മാരെയും നോർത്തിലേക്ക് ശുശ്രൂഷയ്ക്കായി വിടുന്നുണ്ടെന്ന് കേൾക്കാനിടയിൽ ഞാനിങ്ങനെ എൻ്റെ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് ചെന്നിട്ട്, അദ്ദേഹം അന്ന് അവിടുത്തെ പ്രെസിഡന്റാണ്, ഞാൻ ബാബു ജോർജ് വാസുയോട് സാറേ എനിക്കും നോർത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ അടുത്ത് പറയാ, നീ എങ്ങും പോകണ്ട, നീ എൻ്റെ കൂടെ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ ഓക്കെ സാറേ, ഇപ്പം എനിക്ക് സാറിനോടൊന്നും എതിർത്ത് പറയാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യവുമാണ്. അപ്പം ഞാൻ ഓക്കെ സാറെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പോന്നു. എന്നാൽ എൻ്റെ മനസ്സിലെ ആ ചിന്ത അപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ഞാൻ ആ ചിന്ത എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. ആ ചിന്ത ഇങ്ങനെ ഓരോ ദിവസവും ഞാൻ എൻ്റെ വൈഫുമായിട്ട് ഷെയർ ചെയ്യും. എങ്ങനെയെങ്കിലും ഇവിടെ ഇന്ന് ശരിയാകത്തില്ല, നമുക്ക് നോർത്തിൽ പോകണം, അവിടെ പോയാലേ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഞാൻ എൻ്റെ മനസ്സിലെ ചിന്തകളൊക്കെ വൈഫുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അതേ സമയത്ത് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി, മോനുണ്ടായി, അപ്പോൾ മോനും ഉണ്ട്. അപ്പോൾ അങ്ങേ ഇരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ ഫാദർ ലോയ്ക്ക് ഒരു ഫോൺ വന്നു. അന്ന് ലാൻഡ് ഫോണൊക്കെ ഉണ്ട്, വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ട്, വൈഫിൻ്റെ വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഫോൺ വന്നു ഒരു ദിവസം. അവിടെ പുതുക്കുളം AG ചർച്ചിൽ തന്നെയുള്ള ഒരു ദൈവദാസന് നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ജിജി പിക്കുളം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഞങ്ങളുടെ കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. അപ്പോൾ അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞായിരുന്നു, എനിക്ക് നോർത്തിൽ വർക്ക് ചെയ്യണം ഭയങ്കര ആഗ്രഹമാണ്. ഒന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ ഒരു സഭയിലേക്ക് ഒരു പാസ്റ്ററെ ആവശ്യം. അപ്പൊ അങ്ങനെ അദ്ദേഹം എൻ്റെ ഫാദറിനോട് സംസാരിച്ചു, നിങ്ങളുടെ മരുമോന് നോർത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ, ഒന്ന് സംസാരിക്കേ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ കൊടുക്കുകയും അതുമായിട്ട് നിങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഏത് സഭക്കാരനാണെന്നോ അല്ലെ നോർത്തിൽ പോയി എന്ത് കിട്ടുമെന്നോ എന്ത് സപ്പോർട്ട് ഇങ്ങനെയുള്ള കാര്യം ഒന്നും ചിന്തിച്ചില്ല, ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പൊ ഞാനും അദ്ദേഹത്തോട് സംസാരിച്ചു. ഹിന്ദി അറിയാം, ഞാൻ ഹിന്ദി അത്യാവശ്യമൊക്കെ പറയും, എന്നാലും പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. കാരണം നമ്മൾ ഇപ്പോൾ കുറെ നാളായി അറ്റാച്ചൊക്കെ വിട്ടുപോയി, ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ ജിജി പി പോൾ എന്നെ വിളിക്കുകയും 2006 ഓഗസ്റ്റ് മാസം 13-ാം തീയതി ഞാൻ നാട്ടിൽ നിന്ന് ഛത്തീസ്ഗഡിലേക്ക് യാത്ര തിരിച്ചു. ഞാനും എൻ്റെ വൈഫും എൻ്റെ മോനും ഞങ്ങൾ 3 പേര് ഒരുമിച്ച് യാത്ര തിരിച്ചു. ഛത്തീസ്ഗഡിൽ ഓഗസ്റ്റ് മാസം 15-ാം തീയതി 2006 പ്രവേശിച്ചു. കുറച്ച് ദിവസം ആ ദിവസനോട് ചേർന്ന് അവിടെ താമസിച്ചു. കാരണം അത്യാവശ്യം ഭാഷയൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു 6 മാസം ആ ദിവസനോട് ചേർന്ന് അവിടെ താമസിച്ചു. അതിനുശേഷം ഗീതം എന്നൊരു സ്ഥലത്തേക്ക് അദ്ദേഹം താമസിക്കുന്ന ഏകദേശം 73 കിലോമീറ്റർ ദൂരമുണ്ട്. ഗീതം, ദന്തവാഡ ജില്ല, ഗീതം എന്നൊരു സ്ഥലത്തേക്ക് എന്നെ അപ്പോയിൻമെന്റ് ചെയ്യുകയും അവിടെ ചെറിയ 2 റൂമുണ്ട്. ചർച്ച ഒന്നും പറയാൻ പറ്റത്തില്ല, 2 റൂമാണ്. ഒരു റൂമിൽ ഞങ്ങൾ താമസിക്കുകയും ആഹാരം പാചകം ചെയ്യുകയും ഒരു റൂം പ്രാർത്ഥനയ്ക്കായി മാറ്റിവെക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിക്കാൻ തുടങ്ങി. ഒത്തിരി ഭാഷകളൊന്നും അറിയത്തില്ല, എന്നാൽ അവിടെ 2-3 മലയാളി ഫാമിലീസ് ഉണ്ട്. അവരെല്ലാം മർത്തോമ ചർച്ചുമായി ബന്ധപ്പെട്ട് ആരാധനയ്ക്ക് പോകുന്ന പ്രിയപ്പെട്ടവർ ആയിരുന്നു. എന്നാൽ അവരുമായിട്ട് ഒരു സഹകരണം ഉണ്ടായിരുന്നു, അവിടെ പോവുകയും വരികയും ഒക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വ്യത്യസ്തമായ, എൻ്റെ വൈഫിന് ആദ്യമായിട്ടാണ് നാട് വിടുന്നത്. പുള്ളിക്കാർക്ക് ഭാഷ അറിയത്തില്ല. ഞാനാണെങ്കിൽ കുറച്ചൊക്കെ തട്ടിമുട്ടിയൊക്കെ പറയും, അത്യാവശ്യം കന്നഡൊക്കെ സംസാരിക്കും, അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ പുള്ളിക്കാർക്ക് ഒട്ടുമേ ഭാഷ അറിയത്തില്ല. എന്തെങ്കിലും മലയാളം സംസാരിക്കണമെങ്കിൽ ആ മലയാളി കുടുംബങ്ങളിൽ പോകണം. ഒരു 3-4 ഫാമിലീസ് ഉണ്ട്, മലയാളി ഫാമിലീസ്. അവിടെ പോലെ മറ്റൊരു പുള്ളിക്കാർക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ അവിടെ ചെന്നു. ഏകദേശം ഒരു 3-4 മാസം ഞാൻ എങ്ങും പോയില്ല.
കാരണം എങ്ങോട്ടാ പോകണമെന്ന് അറിയത്തില്ല. അങ്ങനെ വീട്ടിൽ തന്നെ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. മലയാളി ഫാമിലി, ഒരു ഫാമിലി ഞങ്ങളോട് ആരാധിക്ക് അവിടെ കടന്നു വന്നു. ആൻറ്റി നേരത്തെ തൊട്ട് വരുമായിരുന്നു. ആ ആൻറ്റി മാത്രം, ഒരാൻറ്റി ആ ഒരു ആരാധനയ്ക്ക് കടന്നു വരും. അതിലൊരു ഹിന്ദിക്കാരനായ ഒരു സഹോദരൻ, സോമാരു എന്ന് പറയും, അദ്ദേഹം, അങ്ങനെ രണ്ടുപേര് ആരാധനയ്ക്കായി കടന്നു വന്നു. ഹിന്ദി ഒന്നും ശരിക്കൊന്നും അറിയത്തില്ല, എങ്കിലും അറിയാവുന്ന രീതിയിലൊക്കെ തട്ടിയും മുട്ടിയൊക്കെ മലയാളത്തിലൊക്കെ എഴുതി വെച്ച്, അത് ഹിന്ദി ആയിട്ട് എഴുതി വെച്ചൊക്കെ, അങ്ങനെ പല രീതിയിലൊക്കെ എഴുതി വെച്ച് ഹിന്ദി സംസാരിക്കുക. അവരുടെ ഇടയിൽ അല്പമായിട്ടൊക്കെ 5 മിനിറ്റും 10 മിനിറ്റും 15 മിനിറ്റും അങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ച് പലപ്പോഴും എഴുതി വെച്ചിട്ടാണ് പ്രസംഗിക്കുന്നത്. കാരണം എവിടെയും തെറ്റിപ്പോകുന്നുള്ള ചിന്ത കൊണ്ട് എഴുതി വെച്ചാണ് പ്രസംഗിക്കുന്നത്. മലയാളത്തിലാണ് എഴുതുന്നത്, ഹിന്ദി മലയാളത്തിൽ എഴുതിയിട്ട് അത് ഹിന്ദിയിലേക്ക് പ്രസംഗിക്കും. അങ്ങനെ പ്രസംഗിച്ച് ഹിന്ദിയിൽ പ്രസംഗിക്കാനൊക്കെ തുടങ്ങി. അപ്പം പിന്നെ വിശ്വാസികളൊന്നുമില്ല, സഭ ശൂന്യമാണ്. പുതിയ പ്രവർത്തനമല്ല, അതിനു മുമ്പ് അവിടെ ഒരു ദേവാസനം ഉണ്ടായിരുന്നു. എന്നാൽ ആ ദേവദാസൻ അവിടെയുള്ള വിശ്വാസികളുമായിട്ടങ്ങ് പോയി. ചർച്ച് കാലിയാണ്. എന്നാൽ ഞാൻ പറഞ്ഞു, കർത്താവേ എന്താണ് ഇങ്ങനെ എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, പ്രാർത്ഥിച്ചു. എന്നാൽ വളരെ വേദനകരമായ അനുഭവങ്ങളുണ്ട് ജീവിതത്തിൽ. എന്നാൽ അതൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അത് സഹിക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമായിട്ട് അവിടെ താമസിക്കുമ്പോൾ തന്നെ ഗ്രാമങ്ങളിലേക്ക് പോകുവാൻ തുടങ്ങി. ഗ്രാമങ്ങൾ പറഞ്ഞാൽ രാവിലെ സൈക്കിൾ എടുക്കും. ഒരു സൈക്കിൾ കിട്ടി, ആ സമയത്ത് പോകാനായിട്ട് ഒരു സൈക്കിൾ എടുക്കും. ആ സൈക്കിൾ എടുത്തിട്ട് രാവിലെ 7-8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല, ഏത് ഭാഗത്താണ് പോകണമെന്ന് അറിയത്തില്ല. എന്നാൽ എങ്ങോട്ട് കാണുന്നു ആ വഴി ഓരോ ദിവസവും ഓരോ വഴിയിലൊക്കെ പോവുകയാണ്. കാണുന്ന വഴി കൂടെ ഒക്കെ പോകുന്നത് എല്ലാം വനമാണ്, വനവേരിയാണ്. അതോടൊപ്പം നക്സലി ഏരിയ ആണ്, ഫുൾ നക്സലി ഏരിയ ആണ്. ദന്തവാഡ ജില്ല എന്ന് പറയുന്നത് നക്സലി ഏരിയ ആണ്. അപ്പം അവിടുന്ന് ഇങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ പോവും. അങ്ങനെ പോയി പല ഭാഗത്തും പോയി ഏകദേശം ഒരു 6-7 മാസം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ഓരോ ഗ്രാമങ്ങളിൽ കയറി ഇറങ്ങി ഇങ്ങനെ പ്രാർത്ഥിച്ചു. അതിന് പല പ്രാവശ്യം നഴ്സറികൾ പിടിച്ചു. അപ്പൊ എൻ്റെ ഒരു എപ്പോഴും ഒരു സഞ്ചി കാണും. ഞാൻ എപ്പോൾ പോയാലും ഒരു സഞ്ചിയും കൊണ്ടാണ് പോകുന്നത്. അതിനകത്ത് റൊട്ടി കാണും, ഒരു കുപ്പി വെള്ളം കാണും. അപ്പൊ നഴ്സറികൾ പിടിച്ചു കഴിഞ്ഞാൽ ചോദിക്കും, നീ എവിടെ പോവാണെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, ഞാൻ ഈ വനത്തിൽ നിന്നൊക്കെ ഫ്രൂട്ട്സ് ശേഖരിക്കാനായിട്ട് പോവാണെന്ന് പറയും. അപ്പൊ സഞ്ചിക്കകത്ത് ഫ്രൂട്ട്സ് സ്വീകരിച്ചിട്ട് ബജാർ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാനാണെന്ന് അവരോട് പറയും. അറിയാവുന്ന രീതിയിലേക്ക് അവരോട് പറയും. അപ്പൊ അവര് പിന്നെ നമ്മളോടൊന്നും പറയത്തില്ല. അപ്പൊ ഈ ഫ്രൂട്ട്സ് എടുക്കാൻ, അത് സത്യമായ ഒരു കാര്യമാണ്. ഫ്രൂട്ട്സ് എടുക്കാൻ പോകുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ആ സഞ്ചിക്കകത്ത് ഫ്രൂട്ട്സും കൂടെ തിരിച്ചു വരുമ്പോൾ വൈകിട്ട് ഞങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള ആഹാരമാണ്. ഞങ്ങൾക്ക് വേറെ ആഹാരമൊന്നുമില്ല, ഞങ്ങൾക്ക് ആരോട് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ഫ്രൂട്ട്സ് എടുത്ത് ഓരോ വനത്തിലല്ലേ, വനത്തിൽ നിന്ന് നമുക്ക് ആരോട് ചോദിക്കണ്ടല്ലോ, അപ്പൊ ധൈര്യമായിട്ട് പറിച്ചോണ്ട് തിരിച്ചു വരാം. അപ്പൊ അത് കൊണ്ടുവന്നാണ് ഞങ്ങള് ആഹാരം ഭക്ഷിക്കുന്നത്. അപ്പൊ നമുക്ക് മലയാളിയല്ലേ, അപ്പൊ നമുക്ക് ആരോടും മുമ്പിൽ ചെന്ന് കൈനീട്ടാൻ പറ്റത്തില്ലോ. ഞങ്ങൾക്ക് ആഹാരമില്ല, എനിക്ക് അരിയില്ല. വേണമെങ്കിൽ മലയാളിയായ പ്രിയപ്പെട്ടവരെയൊക്കെ ഇത് പറയാം, പക്ഷെ ഞങ്ങളുടെ മനസ്സ് അതിനെ സമ്മതിച്ചില്ല. അതുകൊണ്ട് ആ വനത്തിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സുകളും അതുപോലെ കായ്കനികളൊക്കെ ഇങ്ങനെ ഭക്ഷിച്ച് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയി. പിന്നെ പൈസ എവിടുന്നേലൊക്കെ അത്യാവശ്യം, പിന്നെ ഞാൻ പറയാം, എൻ്റെ മാമൻ വിശ്വാസിലായിരുന്നു. മാമൻ പലപ്പോഴും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ അയച്ചു തരുമായിരുന്നു. അപ്പൊ അങ്ങനെ വിശ്വാസ ജീവിതം മുമ്പോട്ട് പോയി. അങ്ങനെ ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഞാൻ താമസിക്കുന്ന ഗീതം എന്ന സ്ഥലത്തു നിന്ന് ഏകദേശം 23 കിലോമീറ്റർ മാറി ബാർസൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ഞാൻ ആരാധനയ്ക്കായി വേറൊരു ആരാധന സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഒരു ഫാമിലി എനിക്ക് വിശ്വാസത്തിൽ വന്നു. അവരുമായി ചേർന്ന്, ഹിന്ദി ഫാമിലിയാണ്, അവരുമായിട്ട് ചേർന്ന് അവിടെ ആരാധന തുടങ്ങി. ഇന്ന് ഏകദേശം 10-15 ഫാമിലീസ് അവിടെ ആരാധിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ആരാധന സ്റ്റാർട്ട് ചെയ്തു. എല്ലാ ദിവസവും രാവിലെ അവിടെ ആരാധനയ്ക്കായി കടന്നു പോകും. അതിനുശേഷം രാവിലെ 7 മണിക്ക് പോയി കഴിഞ്ഞാൽ സൈക്കിളിലാണ് പോകുന്നത്. 23 കിലോമീറ്ററും സൈക്കിളിലാണ് പോകുന്നത്. ആ സൈക്കിളിൽ പോയി അവിടെ ആരാധന കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വേണം 11 മണിക്ക് ഗീതം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് ആരാധന സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അവിടെ പോവുകയും അവിടെ ആരാധന നടത്തുകയും തിരിച്ച് ഗീതത്തെ ആരാധന നടത്തുകയും ചെയ്തു. അവിടെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമാണ്, ഈ പ്രവർത്തനങ്ങൾ മതിയാകത്തില്ല, വീണ്ടും പ്രവർത്തിക്കണം. അങ്ങനെ വീണ്ടും ദന്തവാഡ ജില്ലയുടെ പല ഭാഗങ്ങളിലായിട്ട് അങ്ങനെ പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം കട്ടക്കല്യാൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കട്ടക്കല്യാൺ എന്ന് പറയുന്ന ഗ്രാമമുണ്ട്. ഞങ്ങളുടെ എന്നെ കൊണ്ടുവന്ന ജിജി പാസ്റ്റർ പ്രവർത്തിക്കുന്ന ഒരു ഏരിയ ആണ്. ആ ഏരിയയുടെ അടുത്ത് പോകും. അവിടെ എല്ലാം സൈക്കിളാണ്. ഇപ്പോൾ 60-65 കിലോമീറ്ററൊക്കെ വൺ സൈഡ് സൈക്കിളിലാണ് യാത്ര ചെയ്യുന്നത്. രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് ഇതുപോലെ 6 മണി 7 മണി നമ്മൾ തിരിച്ചു വരുന്നത്. ആ തിരിച്ചു വരുമ്പം എല്ലാ ദിവസവും സഞ്ചിക്കകത്ത് എന്തെങ്കിലുമൊക്കെ
കായ്കനികളൊക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ട് വരും. അപ്പൊ അങ്ങനെ ആ ഗ്രാമങ്ങളിലൊക്കെ അങ്ങനെ പോയി അവിടെ എല്ലാം പ്രവർത്തിക്കണം എന്നുള്ള മനസ്സിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പല ഗ്രാമങ്ങൾ അവിടെ എല്ലാം നക്സലി ഏരിയകളാണെങ്കിലും അവിടെ എല്ലാം പോയി പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിച്ചു. അങ്ങനെ ആ ഗ്രാമങ്ങളൊക്കെയും പ്രവർത്തിച്ച് അങ്ങനെ പ്രവർത്തിച്ചു. അങ്ങനെ വേല ഇല്ലായിരുന്ന ആ ഗ്രാമങ്ങളിലൊക്കെ വേല തുടങ്ങാൻ ഇടയായി തീർന്നു. അങ്ങനെ കാർലി എന്ന് പറഞ്ഞ സ്ഥലത്ത് വേല തുടങ്ങി. അതുപോലെ ബാർസൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വേല തുടങ്ങി. അതുപോലെ കാർലി തന്നെ 2-3 സ്ഥലത്ത് 3 ഗ്രാമങ്ങളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പല പല സ്ഥലത്തായിട്ട് ആരാധന അങ്ങനെ പല സ്ഥലങ്ങളായി തുടങ്ങി. അതിനുശേഷമായിട്ട് ഇതെല്ലാം ഒരുമിച്ച് എനിക്ക് നോക്കി നടത്താൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഞാൻ എൻ്റെ പാസ്റ്ററെ എനിക്ക് ഒറ്റയ്ക്ക് എല്ലായിടത്തും പോകാൻ പറ്റുന്നില്ല, എനിക്ക് കൂട്ടിനാരേലും വേണമെന്ന് പറഞ്ഞു. ഞാനെന്താ നമ്മുടെ ബൈബിൾ കോളേജിൽ പിള്ളേരെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ബൈബിൾ കോളേജ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാനും എനിക്കൊരു അവസരം ലഭിച്ചു. നോക്കണം, എനിക്ക് ബൈബിളുമായിട്ട് വലിയ ബന്ധമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ ആ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാൻ എനിക്കൊരു അവസരം അവിടെ കിട്ടി. എനിക്ക് അറിയാവുന്ന രീതിയിലും ഞാൻ നോട്ട്സ് ഒക്കെ തയ്യാറാക്കി. ആ നോട്ട്സ് തയ്യാറാക്കി കഴിഞ്ഞാൽ അത് ജിജി പാസ്റ്ററെ കൊണ്ട് കാണിക്കണം. അദ്ദേഹം പ്രിൻസിപ്പളാണ്. അപ്പൊ അദ്ദേഹത്തിന് ബോധ്യമാവണം ഇദ്ദേഹം കൊണ്ടുവന്ന നോട്ട്സ് ക്ലിയർ ആണ്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റിയതാണ് എന്ന്. അദ്ദേഹം അത് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തന്ന ശേഷമേ എനിക്ക് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓരോ ദിവസവും ഇരുന്ന് നോട്ട്സ് തയ്യാറാക്കും. അതിനുശേഷം ആഴ്ചയിൽ ഒരിക്കൽ പഠിപ്പിക്കാനായി കടന്നു പോകും. അങ്ങനെ അവിടുന്ന് ചെറിയൊരു സപ്പോർട്ട് മന്ത്ലി കിട്ടുമായിരുന്നു ആ ഐറ്റത്തിൽ പഠിപ്പിക്കാനുള്ള പോകുന്ന ബന്ധത്തിൽ. അല്ലാതെ എനിക്ക് സപ്പോർട്ട് എന്ന് പറയുമ്പോൾ 1500 രൂപയാണെന്ന് മന്ത്ലി സപ്പോർട്ട് ലഭിക്കുന്നത്. അതിൽ ദശാംശം പോയിട്ട് 1350 രൂപ എൻ്റെ കയ്യിൽ വരും. ഞാനതുകൊണ്ട് കർത്താവിന്റെ വേല തുടങ്ങിയത് നോർത്ത് ഇന്ത്യയിൽ. ഞാൻ ഒരു ദിവസം പോലും എൻ്റെ ദേവാസിനോട്, എന്നെ കൊണ്ടുപോയ ദേവാസിനോട് ഒരു വർഷം പോലും എനിക്ക് സപ്പോർട്ട് കൂട്ടിത്തരണമെന്നോ അല്ലെങ്കിൽ എനിക്ക് പൈസ ഇന്ന പോലെ വേണമെന്നും ഞാൻ പറയാറില്ല. ഞാൻ ദൈവത്തോട് ഒരു കർത്താവേ, ഞാൻ ആരുടെ മുമ്പിൽ കൈ നീട്ടത്തില്ല. അങ്ങാണ് എന്നെ വിളിച്ചതെങ്കിൽ അങ്ങ് എന്നെ നടത്തണം, അങ്ങ് എനിക്കൊരു കരുതണം. ഇന്ന് വരെ ഞാൻ ആ ദേവാസിനോട് ഒരു പൈസ എനിക്ക് കൂട്ടിത്തരാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ന് വന്നിട്ട് ഏകദേശം 20 വർഷം, 20 വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും ഞാൻ എനിക്ക് പൈസ കൂട്ടിത്തരാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ദൈവത്തോട് പറയും, കർത്താവേ എനിക്ക് ആവശ്യമുള്ളത് തരണം. ഞാൻ ദൈവം എനിക്ക് ഇന്നുവരെയും അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആ 1300 രൂപയും പ്ലസ് പഠിപ്പിക്കാൻ പോകുന്നതിന് 4 ആഴ്ച പഠിപ്പിക്കുമ്പോൾ 1000 രൂപ കിട്ടും. അങ്ങനെ ആ 1000 രൂപയും അങ്ങനെ ഏകദേശം ഒരു 2500 രൂപ അടുപ്പിച്ച് എൻ്റെ കയ്യിൽ ഒരു മാസം വരുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് പല ഗ്രാമങ്ങളിലും പിന്നെ ബൈബിൾ കോളേജിൽ നിന്നും ചില പഠിക്കുന്ന സ്റ്റുഡൻസിനെ ഇങ്ങനെ പ്രവർത്തന മേഖലയിലേക്കായി കൊണ്ടുപോകുമായിരുന്നു. അപ്പൊ അവരെ കൂടെ കൊണ്ടുപോകും. ഞങ്ങൾ അവർ സൈക്കിളിലാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർത്ത് സൈക്കിളിൽ പല ഗ്രാമങ്ങളിൽ പോകും. അപ്പം ഞങ്ങൾ പിന്നെ ആരാധനയൊക്കെ ഞങ്ങൾ രണ്ടായിട്ട് അത് ഭാഗിച്ചു. പല സ്ഥലത്തും അദ്ദേഹത്തെ ഏൽപ്പിച്ചു, പല സ്ഥലത്തും ഞാൻ പോകും. അങ്ങനെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് പല ഏരിയകളായിട്ട് അങ്ങനെ ഞങ്ങളുടെ വർക്കുകൾ വലുതാക്കി. അങ്ങനെ ദന്തവാഡ ജില്ലയിലെ പല ഭാഗങ്ങളിലും പിന്നെ അവിടുന്ന് സുക്മ എന്ന് പറഞ്ഞ ജില്ലയിലേക്ക് പ്രവർത്തനങ്ങൾ വിശാലമാക്കുവാൻ മനസ്സിൽ ചിന്ത വന്നു. സുക്മ ഏരിയയും അത് നക്സലി ഏരിയ ആണ്. സുക്മ ഏരിയയിലും നമ്മുടെ പ്രവർത്തനങ്ങളെ വിശാലമാക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇന്നും അവിടെ പ്രവർത്തനം നടക്കുന്നു. അങ്ങനെ സുക്മ ജില്ലയും ദന്തവാഡ ജില്ലയിലും പ്രവർത്തനം വിശാലതയോടെ മുമ്പോട്ട് പോയി. അപ്പൊ എൻ്റെ മനസ്സിൽ ചിന്ത വന്നു, എനിക്ക് ഇനിയും വളരണം, എൻ്റെ പ്രവർത്തനങ്ങൾ ഇത്രയും നിൽക്കാൻ പറ്റും. കാരണം ആ 2-3 ജില്ല കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് വിശാലമായ രീതിയിൽ പ്രവർത്തിക്കാൻ ഒരു സ്ഥലം വേണം. അപ്പൊ ഞാൻ ദേവാസിനോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഒരു സ്ഥലം മാറ്റം വേണം. കാരണം ഞാൻ 11 വർഷം ഒരു സഭയിൽ പാസ്റ്ററായിട്ടിരുന്നു. അപ്പൊ ഞാൻ ഒരു 9 വർഷമായപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്കൊരു സ്ഥലം മാറ്റം വേണം. ഞാൻ പറഞ്ഞു, നിനക്ക് ഇപ്പൊ സ്ഥലം മാറ്റാൻ സമയമായിട്ടില്ല, നീ അവിടെ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തും പോന്നു. ഞങ്ങൾ അച്ചാന്നൊക്കെയാണ് വിളിക്കുന്നത്, നമ്മുടെ നാടൻ രീതി തന്നെ വിളിക്കുന്നത്. അവർ ഹരിപാസ്റ്റർ പോകാൻ സമയമായിട്ടില്ല, വെയിറ്റ് ചെയ്യും, പോകാൻ സമയം ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, കാങ്കീർ എന്നൊരു ജില്ലയുണ്ട്, എനിക്ക് ആ ജില്ലയ്ക്ക് പ്രവർത്തിക്കണം, അതിന് എനിക്ക് പെർമിഷൻ വേണം. കാങ്കീർ ജില്ല എന്ന് പറയുമ്പോൾ ഞാൻ താമസിക്കുന്ന ശേഷം 250 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ ആ ഒരു ചിന്ത, അത് എൻ്റെ മനസ്സിൽ പ്രേരണ വന്ന് ഞാൻ ആ ജില്ലയ്ക്ക് വേണ്ടി വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് 2017 ആയപ്പോൾ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന കൊണ്ടഗാവ് ജില്ലയിലേക്ക് എനിക്ക് സ്ഥലമാറ്റം നൽകാനിടയായി. അതോടൊപ്പം ഞാൻ സ്ഥലമാറ്റം ചോദിക്കാനുള്ള വേറൊരു കാരണം, ഞങ്ങൾ നിൽക്കുന്ന ആ ജില്ലയിൽ വിദ്യാഭ്യാസത്തുള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള വലിയൊരു സാഹചര്യങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ പഠനത്തെ ചിന്തിച്ചും അവരെ നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു പുതിയ മേഖല വിശാലമായി കുറച്ചുകൂടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യം ലഭിക്കാൻ വേണ്ടിയിട്ടും ഞാൻ ദേവദാസനോട് സംസാരിച്ചു. അദ്ദേഹം അതിനുള്ള പെർമിഷൻ എനിക്ക് നൽകി. എന്നാൽ അവിടെ ആയിരിക്കുമ്പോൾ പല ഗീതജ്ഞങ്ങൾ ആയിരിക്കുന്ന ആ സമയത്ത് പല രോഗങ്ങൾ കടന്നു വന്നു.
എൻ്റെ ശരീരം ഞാനൊരു എല്ലാ വർഷവും ഞാൻ 2 പ്രാവശ്യം 40 ദിവസം ഉപവാസം ഉണ്ടാവും. അത് ഏകദേശം ഒരു 3 പ്രാവശ്യം 20 ദിവസം ഉപവാസം ഉണ്ടാവും. അങ്ങനെ പിന്നെ 7, 5, 3 അങ്ങനെ എല്ലാ വർഷവും ഉപവാസം കണ്ടിന്യൂ ആയിട്ട് നടത്തിക്കൊണ്ടിരുന്നു. ഒരു ഉപവാസ പ്രാർത്ഥനയുടെ ഒരു 40 ദിവസം ഉപവാസം പ്രഖ്യാപിച്ചു. ഉപവാസം തുടങ്ങി ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്താകമാനം ഈ വട്ടച്ചോറ് വരുവാനിടയായി. ഞാൻ പറയും, കർത്താവ് ഇതെന്താണ്? ഇതെന്റെ ശരീരത്തെ ആകെ നീറി, എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല, വല്ലാത്തൊരു കണ്ടീഷനാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാന് ദൈവസേന കർത്താവ് എന്ത് സംഭവിച്ചാലും ഞാൻ ഉപവാസം നിർത്തത്തില്ല, ഞാൻ ഒരു ഡോക്ടറെ അടുത്ത് പോകത്തില്ല, മരിക്കുവാണെങ്കിൽ മരിക്കട്ടെ എന്നുള്ളൊരു ചിന്തയില് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അങ്ങനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ സഭയിൽ വരുന്ന അവരുടെ സമയത്തൊക്കെ ചർച്ചിൽ വിശ്വാസികൾ നല്ലപോലെ വരാൻ തുടങ്ങി. ഞാൻ ചില പ്രിയപ്പെട്ടവരോട് മാത്രം പറയാം, ഏറ്റവും നമ്മളോട് പ്രാർത്ഥിക്കും എന്ന് ഉറപ്പുള്ള ചില പ്രിയപ്പെട്ടവർ, അവരോട് മാത്രം ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന ഒരു അസുഖമുണ്ട്, എനിക്കൊരു പ്രാർത്ഥിക്കാം. അത് നോക്കിയാൽ പ്രത്യേകം നോക്കണം, എൻ്റെ മുഖത്തെങ്ങും അതിൻ്റെ യാതൊരു അസുഖങ്ങളും ഇല്ല. എൻ്റെ ഈ കൈയുടെ 2 ഭാഗത്തെങ്ങും ഇല്ല. അത് കാലിൻ്റെ പൊത്തയിൽ ഈ അസുഖം ഇല്ല. ബാക്കി എൻ്റെ ശരീരം മൊത്തവും ബാക്കി എല്ലാ ഭാഗത്തും ഈ അസുഖവും. ഷർട്ട് ഇട്ടിട്ട് ഷർട്ട് ഊരിക്കഴിഞ്ഞാൽ ഈ ശരീരത്തെ ഈ സ്കിന്നൊക്കെ അതിനോടൊപ്പം ഇളകിയിട്ട് പോരും. അങ്ങനൊരു അനുഭവമായിരുന്നു. അപ്പൊ ഞാൻ ദൈവസേനയിൽ പ്രാർത്ഥിച്ചു, കർത്താവ് എന്ത് സംഭവിച്ചാലും ഞാനൊരു മലയെടുക്കാൻ പോവല്ല, മരിക്കുവാണെങ്കിൽ മരിക്കട്ടെ, അത് അങ്ങയുടെ നാമത്തിൽ മഹത്വമുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചു. ഏകദേശം ഒരു 20 ദിവസം 25 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വ്രണങ്ങളൊക്കെ പതുക്കെ ഉണങ്ങാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി, എൻ്റെ ശുശ്രൂഷയുടെ ബന്ധത്തിൽ പിശാചിന്റെ വലിയൊരു പ്രവർത്തനമാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ആ പിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിന്നു. കർത്താവ് ആ 40 ദിവസം പൂർണ്ണമായിട്ട് ഉപവസിപ്പാൻ കർത്താവ് എന്നെ സഹായിച്ചു. അപ്പോൾ തന്നെ ഞങ്ങളെ താമസിക്കുന്ന ഫോറസ്റ്റ് ഏരിയയാണ്. ഞങ്ങളുടെ താമസിക്കുന്ന തൊട്ടപ്പുറത്ത് മൊത്തം ഫോറസ്റ്റ് ഏരിയയാണ്. അതിനകത്തോടെ മിക്കവാറും പാമ്പ് നമ്മുടെ പെരയ്ക്കകത്തേക്ക് കയറി വരും, തേള്, അതേപോലെ ഇങ്ങനെ പല ഇഴജാതികൾ കടന്നു വരും. പലപരമായ അസുഖങ്ങൾ വരും. വളരെ പ്രയാസമായ അനുഭവങ്ങൾ. കുഞ്ഞിനെ സ്കൂളിൽ വിട്ടപ്പോൾ സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ വയ്യാത്ത ഒരനുഭവങ്ങൾ. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ഒരു മോളൂടെ ഉണ്ടായി. അങ്ങനെ അവർ രണ്ടുപേരുടെയും സ്കൂളിലെ കാര്യങ്ങള്, വിദ്യാഭ്യാസ കാര്യങ്ങളൊന്നും അവിടെയൊക്കെയും വളരെ ഞെരുങ്ങി, വളരെ കഷ്ടപ്പെട്ട, വളരെ പ്രയാസപ്പെട്ടാണ് ആ ദിവസങ്ങളൊക്കെ ജീവിതത്തിൽ മുന്നോട്ട് പോയത്. എന്നാൽ അവിടെയൊക്കെയും കർത്താവേ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാരണം 3 വർഷം ഞങ്ങൾ 3 വർഷം 2 പേരുടെ ഫീസ് അടയ്ക്കാൻ കഴിയാത്ത അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ ആരോടും പറഞ്ഞില്ല. കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് വഴി ഒരുക്കി തരണമേ. പിന്നെ ഇവിടെ ഞാൻ പറയാം, 2017 അവിടുന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി, കൊണ്ടകാവിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ ഈ 3 വർഷത്തെ ഫീസ് അവിടെ അടയ്ക്കാൻ കിടക്കുകയാണ്. ഏകദേശം 1,00,000 ചില്ലുവാനം രൂപ 2 പേരുടെ 3 വർഷത്തെ ഫീസ് കൊടുക്കണം. ഞാൻ പറയാം, കർത്താവേ എന്താണ് വഴി? എനിക്ക് ആരുടെ അടുത്താണ് പോകേണ്ടത്? ഞാൻ ആരോടാണ് ചോദിക്കേണ്ടത്? ഞാൻ ആരോടും ചോദിക്കത്തില്ല. പക്ഷേ എനിക്ക് കുഞ്ഞുങ്ങൾ TC വേണം. ഞാൻ ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചത് ഒരു ദിവസം ഞാൻ എൻ്റെ സഭയിൽ ഈ വിഷയം പറഞ്ഞു, ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ആണ്, അത് നിങ്ങൾ എല്ലാവരും എനിക്ക് പ്രാർത്ഥിക്കണം. കാരണം കുഞ്ഞുങ്ങൾ 3 വർഷമായിട്ട് ഫീസ് അടച്ചിട്ടില്ല, ഒന്നെങ്കിൽ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ സാക്ഷ്യമായിട്ട് സഭയിൽ പറയാനിടയാക്കി. അപ്പൊ ആരാധന കഴിഞ്ഞ് എല്ലാവരും പോയി. ഒരു സഹോദരി അവിടെ നിന്നു. എന്നോട് ചോദിച്ചു, പാസ്റ്റർ എന്തുകൊണ്ടാണ് ഇത്രയും നാട്ട് ഞങ്ങളോട് പറയാം? ഞാൻ പറഞ്ഞു, അത് നിങ്ങൾ പറയാൻ എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ ആ സഹോദരി പറഞ്ഞു, കുഞ്ഞുങ്ങൾക്ക് എത്ര ഫീസ് ഉണ്ടെങ്കിലും ആ പൈസ ഞാൻ തരാം, എനിക്ക് ഇപ്പോഴെങ്ങും തരണ്ട, അത് പാസ്റ്റർ എന്ന് സാവകാശം കിട്ടുന്നു അന്ന് ആ പൈസ തിരിച്ചു തന്നാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ, എൻ്റെ തിരിച്ചു തരാൻ പൈസ ഇല്ല, എനിക്ക് അതിനുള്ള ഒരു സോഴ്സും ഇല്ല, ഞാൻ തിരിച്ചു തരാൻ ബുദ്ധിമുട്ട്, അതുകൊണ്ട് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അല്ല പാസ്റ്റർ, കുഞ്ഞുങ്ങള് ഒരിക്കലും TC ലഭിക്കാതെ അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം മുടങ്ങാൻ പാടില്ല, എൻ്റെ പൈസ ഉണ്ട്, ഞാൻ പൈസ തരാം. പ്രൈസ് ദി ലോർഡ്. ആ സഹോദരി, അപ്പൊ എന്നെ കൊണ്ടുപോയി ജിജു പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഇന്നൊരു വിഷയമുണ്ട്. അന്നേരമാണ് ഞാൻ പാസ്റ്ററുടെ വിഷയം പറയുന്നത്. ഞാൻ പറഞ്ഞു, 3 വർഷം ഫീസ് കൊടുക്കാനുണ്ട്, ഇന്ന ആള് സഹായിക്കാമെന്ന് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം? പൈസ മേടിക്കണോ വേണ്ട ഞാൻ ചോദിച്ചു. അപ്പം ആ സഹോദരിയുടെ പൈസ കിടക്കുന്നത് ഈ പാസ്റ്ററെ കൂടെ അക്കൗണ്ടിലാണ്, 2 പേരും കൂടെ അക്കൗണ്ടിലാണ് പൈസ, കൂട്ട അക്കൗണ്ടിലാണ് പൈസ കിടക്കുന്നത്. അപ്പൊ ആ പൈസ ലഭിക്കാനുള്ള കാരണം കൂടെ ഞാൻ പറയാം. ആ സഹോദരിയുടെ ഭർത്താവ് നക്സലുകളാൽ
വധിക്കപ്പെട്ട ഒരു സഹോദരിയായിരുന്നു. ആ സഹോദരിയുടെ കൺമുമ്പിൽ ആ സഹോദരിയുടെ ഭർത്താവിനെ നക്സലുകള് സുവിശേഷ വിരോധ കാരണത്താൽ അദ്ദേഹത്തെ വനത്തിൽ കൊണ്ടുപോയി തൻ്റെയും തൻ്റെ മാതാവിൻ്റെയും തൻ്റെ സഹോദരിയുടെ മുമ്പിൽ വെച്ച് ആ പ്രിയ സഹോദരനെ വധിക്കുവാൻ ഇടയായിത്തീർന്നു. സോ ഞാൻ ആ ഏരിയയുടെ ലീഡറായിട്ടും ആ ഏരിയയിലെ പാസ്റ്ററായിട്ടും ഞാൻ പ്രവർത്തിക്കുന്ന സമയമാണ്. അപ്പം ആ സഹോദരിയുടെ മുമ്പിൽ വെച്ചതാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഞങ്ങൾ പല സ്ഥലത്തായി അദ്ദേഹത്തിന്റെ ചില അല്പം പൈസകൾ ലഭിക്കാനിട ആ പൈസ ചെലവായി പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങളെ കൊണ്ടുപോയ പാസ്റ്ററുടെയും ആ സഹോദരൻ ജോയിന്റ് അക്കൗണ്ടിലാണ് ആ പൈസ കിട്ടുന്നത്. അപ്പൊ ഞാൻ ആ പാസ്റ്റർ വിളിച്ചു, പാസ്റ്റർ ഇന്നപോലെ പ്രിയ സഹോദരി എന്നോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, അത് മേടിക്കണോ വേണ്ടായോ പറഞ്ഞു. പുള്ളിക്കാർക്ക് സോമനസ്സോടെ തരുന്നതല്ലേ, മേടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോഴെങ്കിലും തിരിച്ചു തരത്തണം. അത് ഓക്കെ, അത് നിങ്ങൾ തമ്മിലുള്ള വിഷയമാണ്, എനിക്കത് വേറെ ബന്ധമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഓക്കെ പറഞ്ഞു. അങ്ങനെ അതേ രണ്ടുപേരോട് ചേർന്നിട്ട് ആ അക്കൗണ്ടിൽ നിന്നും എനിക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള കംപ്ലീറ്റ് പൈസ എനിക്ക് സ്കൂളിൽ കൊടുക്കാനായിട്ട് അവരെടുത്തത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ആ സൗകര്യം ഞങ്ങൾ ഒരു പ്രാവശ്യം പോലും പൈസ ചോദിച്ചില്ല. എന്നാൽ ഞാൻ പൈസ ഇപ്പോൾ അത് അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പല പ്രാവശ്യമായിട്ട് 5000, 3000, 2000 അങ്ങനെ എൻ്റെ കയ്യിൽ എങ്ങനെ കർത്താവ് തരുന്നു അതനുസരിച്ച് ഞാൻ ആ പൈസ ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ സാവാസന കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് മുമ്പ് ഒരു പ്രാവശ്യം പോലും ആ സഹോദരി എന്നോട് പൈസയുടെ കാര്യം സംസാരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ എൻ്റെ ഹൃദയത്തിലെ ചിന്തകളും എൻ്റെ പ്രവർത്തന വിശാലതയിലേക്ക് ഞാൻ വരണം എന്നുള്ള ആഗ്രഹങ്ങളും ചിന്തകളും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നപ്പോൾ ഞാൻ ട്രാൻസ്ഫറുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. 2017 ഞാൻ ഈ സഭയിലേക്ക് കടന്നു വന്നു. 2017 ഇവിടെ വന്നപ്പോൾ ഏകദേശം 80-ൽ പരം വിശ്വാസികൾ എൻ്റെ ഈ സഭയിൽ, ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ സഭയിലുണ്ടായിരുന്നു. എന്നാൽ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ പകുതി ആൾക്കാരും വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയി. കാരണം അന്നൊക്കെ ഓൺലൈൻ പ്രാർത്ഥന തുടങ്ങിയ സമയമാണല്ലോ. അവർ പറഞ്ഞു ഇത്രയും ഞങ്ങൾ ഏകദേശം 1.5 വർഷത്തോളം ഞങ്ങൾ ഓൺലൈനല്ലേ ആരാധിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ ഓൺലൈനിൽ തന്നെ ആരാധിച്ചോളാം എന്ന് പറഞ്ഞ് അവര് സഭയിലേക്ക് വരുന്നത് നിർത്തി. അത് എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ നന്മയെന്നും പറയാം തിന്മയെന്നും പറയാം, രണ്ടും പറയാം. ഓക്കെ, നമുക്കറിയാം ഒരു വിശ്വാസം ഒരു സഭയിൽ നിന്നും ചില വിശ്വാസികൾ പിന്മാറി പോകുമ്പോൾ നമുക്ക് പ്രസ്ഥാനത്തിനോടുള്ള നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ബോധിപ്പിക്കണം. അവരുടെ ദൈവത്തന്നെയിൽ നമുക്ക് അതിൻ്റെ ദൈവത്തോട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ബോധിപ്പിക്കണം. അപ്പൊ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഞാൻ എൻ്റെ കൊണ്ടുപോയ ദൈവദാസനെ സംസാരിച്ചു. ഇന്ന ഒരു വിഷയങ്ങൾ കുറച്ച് അവരാരും വരാൻ ആഗ്രഹിക്കുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്? നമുക്കാരും നിർബന്ധിച്ചു കിട്ടാൻ പറ്റത്തില്ലല്ലോ. ദൈവം അവരോട് സംസാരിക്കുന്നത് വരട്ടെ, ഇല്ലെങ്കിൽ അവരവർഷം പോലെ ചെയ്യട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അവരെ കുറിച്ചുള്ള വേദന ഇല്ലെന്നല്ല, അവരെ ദുഃഖമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ നമുക്ക് ജബർദസ്തിയായിട്ട് അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ഞങ്ങൾ നിർബന്ധിച്ചില്ല. കാരണം നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പം നടക്കുന്ന ഈ സംഭവം ഒരു പക്ഷേ അന്നേ അത് സ്റ്റാർട്ട് ആകുമായിരുന്നു. അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കാൻ പോയില്ല. എന്നാൽ ചില 1-2 വർഷങ്ങൾക്ക് ശേഷം അതിൽ പലരും തിരിച്ചു വരാനിടയായി തീർന്നു. ഇപ്പോൾ നമ്മൾ ചേർന്ന് അവർ ആരാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സഭയുമായുള്ള ബന്ധത്തിൽ ഏകദേശം 1 വർഷത്തോളം ഇങ്ങനെ പ്രവർത്തിച്ചു. അങ്ങനെ പല ഗ്രാമങ്ങളിലൊക്കെയും വിസിറ്റ് ചെയ്തു. എങ്ങനെ ദന്തവാളയിൽ എങ്ങനെ പ്രവർത്തിച്ചു, അതേപോലെ തന്നെ ഗീതത്തിൽ എങ്ങനെ, അതുപോലെ ഇവിടെയും പല ഗ്രാമങ്ങളായിട്ട് എങ്ങനെ കയറി ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ കയറി ഇറങ്ങി ഇന്ന് 9 ജില്ലകൾ എൻ്റെ പ്രവർത്തനങ്ങളെ കർത്താവ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്കതിൽ കർത്താവിന് വളരെ സന്തോഷമുണ്ട്. എന്നോട് ചേർന്ന് ഞാൻ ഇവിടെ IPCയുടെ ബന്ധത്തിലാണ് കർത്താവ് വേല ചെയ്യുന്നത്. ഞങ്ങൾ IPCയുടെ ബന്ധത്തിന് ഇവിടെ ആയിരിക്കുമ്പോൾ 9 ജില്ല എന്ന് പറയുമ്പോൾ ഛത്തീസ്ഗഡിൽ തന്നെ 8 ജില്ലയും അല്ല ഒഡീസയില് 1 ജില്ലയും ചേർന്ന് 9 ജില്ലകളിലായിട്ട് കർത്താവിന്റെ വേല വിശാലമായിക്കൊണ്ടിരിക്കുന്നു. എന്നോടൊപ്പം ഇപ്പൊ 55 ദേവദാസന്മാര് ചേർന്ന് പ്രവർത്തിക്കുന്നു. അതിൽ 2 പേര് ദേവദാസിമാരാണ്. അവര് 2 സിസ്റ്റേഴ്സാണ്. അവര് ചർച്ച നടത്തുന്നുണ്ട്. അവരും നമ്മോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. അങ്ങനെ ഈ ദേശത്ത് കടന്നു വന്ന പലപ്പോഴും ഒത്തിരി ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നു. കൊറോണ സമയത്ത് കൊറോണ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വന്നു. അപ്പോൾ കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചർച്ചിലുള്ള ചില വിശ്വാസികൾ പറഞ്ഞു, പാസ്റ്ററും ഭാര്യയും പാപം ചെയ്തു, അതുകൊണ്ടാണ് അവർക്ക് കൊറോണ വന്നത്. അതുകൊണ്ട് അവിടെയുള്ള കുറച്ച് സീനിയർ വിശ്വാസികളായിരുന്നു. അപ്പൊ അവര് മറ്റുള്ള വിശ്വാസികൾ പറഞ്ഞു, ആരും തന്നെ അങ്ങോട്ട് പോകരുത്, പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ കൊറോണ പടരും, അതുകൊണ്ട് നിങ്ങൾ ആരും പോകരുതെന്ന് പറയാനിടയായി തീർന്നു. ഒരു പക്ഷേ നിങ്ങളൊക്കെയും ഞങ്ങൾക്കൊരു പ്രാർത്ഥിച്ചുകൾ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വൈഫിന്റെ പേര് ബിന്ദു എന്നാണ്, ഞാൻ പറഞ്ഞല്ലോ. പുള്ളിക്കാരത്തിക്ക് ഏറ്റവും സീരിയസ് ആയ ഒരു അനുഭവത്തിലാണ് പുള്ളിക്കാരത്തി കടന്നുപോയത്. പുള്ളിക്കാരത്തിന് ഒരു ലെൻസ് കംപ്ലീറ്റും നഷ്ടമായി പോയി. ഇപ്പോഴും ലെൻസ് പ്രവർത്തിക്കുന്നില്ല, വർക്ക് ആകത്തില്ല. ഒരു ലെൻസിലാണ് അദ്ദേഹം ജീവിക്കുന്നത്.
അദ്ദേഹത്തിന് അലർജിയോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ചൂട്, തണുപ്പ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അടിക്കാൻ പറ്റത്തില്ല. അത് വളരെ ഇപ്പോഴും ഒത്തിരി വേദനകൾ സഹിച്ചാണ് തൻ ജീവിതം നയിക്കുന്നത്. എന്നാൽ അനുഭവം ആ സമയത്ത് കുറെ വിശ്വാസികൾ വീണ്ടും പോകുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾ അവരോട് ഒന്നും പറഞ്ഞില്ല. ഓക്കെ, അത് എങ്ങനെ ആയാലും അത് ദൈവത്തിന്റെ ഇഷ്ടം നടത്തട്ടെ എന്ന് ഞങ്ങൾ ചിന്തിച്ചു. എന്നാൽ ദൈവറിയാൽ ഇന്ന് ഏകദേശം ഞാൻ പറഞ്ഞ പല പ്രിയപ്പെട്ടവർ കടന്നു വിട്ടുപോയി എങ്കിലും പോയാൽ ചിലർ തിരിച്ചു വന്നു. ഇന്ന് ഏകദേശം 55ഓളം വിശ്വാസികൾ നമ്മുടെ സഭയിൽ ചേർന്ന് ദൈവത്തെ ആരാധിക്കുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ 55 പാസ്റ്റേഴ്സ്, അതിൽ 2 കർത്താവിന്റെ ദാസിമാര്, അങ്ങനെ ഞങ്ങൾ ചേർന്ന് ഇവിടെ പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ 13 സ്ഥലങ്ങളിൽ ഇപ്പോൾ ചർച്ച് ബിൽഡിങ്ങിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അറിയാലോ, ഇപ്പോൾ ഇവിടെ ഭവന പ്രാർത്ഥനകളൊക്കെയും നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഭവന പ്രാർത്ഥനകളൊക്കെയും വളരെ പ്രയാസമാണ് നടത്തുവാൻ. ഞാനിവിടെ 2 സ്ഥലത്ത് ആരാധന നടത്തുന്നുണ്ട്. രാവിലെ 7 മണി മുതൽ 9:30 വരെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഏകദേശം 23 കിലോമീറ്റർ ദൂരത്തിൽ ഷാമ്പൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ആരാധന നടത്തുന്നുണ്ട്. അവിടെ ചർച്ചിന്റെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേക ചർച്ചിന്റെ പ്രവർത്തനം കൊടുത്ത് പ്രാർത്ഥിക്കണം. അതിന്റെ ഇപ്പൊ നിർത്തിവെച്ചിരിക്കുകയാണ് കുറച്ച് ദിവസം. കാരണം അവിടെ ഇതിനു മുമ്പേ ഞാൻ ആദ്യം അവിടെ പോയിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളും പോകട്ടെയുള്ള ബന്ധത്തിൽ വേറെ ദേവദാസിയോട് ആക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ഈ ഡിസംബർ മാസത്തിൽ അവിടെ ചില പ്രശ്നമുണ്ടായി. ഗ്രാമക്കാരൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കി. അദ്ദേഹത്തെ അവിടുന്ന് ഗ്രാമത്തിൽ നിന്നും പറഞ്ഞു വിടാൻ ഇടയായി തീർന്നു. അതിനുശേഷം കഴിഞ്ഞ ജനുവരി മുതൽ ഞാനാണ് അവിടെ ആരാധനയ്ക്കായി വീണ്ടും കടന്നു പോകുന്നത്. ഞാൻ എല്ലാ ആഴ്ചയും അവിടെ പോകും, ആരാധന നടത്തും. തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് 11 മണി മുതൽ 12:30 1 മണി വരെ ഇവിടെ ആരാധന നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ദൈവമക്കളുടെ 21 ദൈവദാസന്മാർക്ക് ഒരു സപ്പോർട്ടും ഫൈനാൻഷ്യലി ഒരു സപ്പോർട്ടും ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണ്. കാരണം നമുക്ക് അറിയാമല്ലോ, ഞങ്ങൾക്ക് പുറത്തുനിന്ന് യാതൊരു സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. IPC പ്രവർത്തനമാണെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെ പറയത്തക്ക രീതിയിൽ ആരുമായിട്ട് എന്നെ സംബന്ധിച്ചോളം വ്യക്തിപരമായി എനിക്ക് ആരുമായിട്ടും യാതൊരു ബന്ധവുമില്ല. ഞാൻ IPCയിലാണെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് നാട്ടിൽ ആരുമായിട്ടും യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഞാൻ എൻ്റെ 16ാമത്തെ വയസ്സ് നാട് വിട്ടു പോകുന്നതാണ്. അതുകൊണ്ട് എനിക്ക് നാടുമായിട്ട് യാതൊരു ബന്ധവും ഇപ്പോഴും ഇല്ല. ഇടയ്ക്ക് പോയാൽ പോലും അത് പോകുന്ന 1, 2, 3 വർഷം കൂടുമ്പോഴാണ് പോകുന്നത്. അല്ലാതെ നാട്ടിൽ പോകാറേ ഇല്ല. ഇതിനെന്തെങ്കിലും ഒഴിച്ചുകൂടാൻ വയ്യാത്ത വിവാഹമോ അല്ലെങ്കിൽ മരണമോ അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നാട്ടിൽ പോകാറില്ലെങ്കിൽ ഞാൻ ഈ പ്രവർത്തനങ്ങളുടെ ബന്ധത്തിൽ എങ്ങും പോകാറില്ല. ബാക്കിയെല്ലാം ഈ പ്രവർത്തന ബന്ധത്തിലാണ് എൻ്റെ ജീവിതം ഞാനിവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പം അതില് 21 ദൈവദാസന്മാർക്ക് ഇതുവരെയും ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടും ഇല്ല. അവർ ഏകദേശം 1.5 വർഷത്തോളമായി നമ്മൾ ചേർന്ന് പ്രവർത്തിക്കുന്നു. ആ പ്രിയപ്പെട്ടവർ ഓർത്ത് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ 15 ദൈവദാസന്മാര് റെന്റിനാണ് താമസിക്കുന്നത്. അവർക്ക് ഒരു മാസം ചിലർ 7,000 രൂപ ഉള്ളവരുണ്ട്, 5,000 ഉള്ളവരുണ്ട്, 3,000 കൊടുക്കേണ്ടവരുണ്ട്. അങ്ങനെ പല റെന്റിലാണ് അവർ താമസിക്കുന്നത്. എന്നാൽ ഈ ദിവസങ്ങളൊക്കെയും അവരൊക്കെ അവിടെ കാലിയാക്കണം, റൂമൊക്കെ ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു സംസാരം ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവർക്ക് താമസിക്കാൻ ഒരു സ്ഥലം ലഭിക്കുന്നിടം വരെ, അല്ലെങ്കിൽ അവർ ചർച്ചിന്റെ സ്ഥലം ലഭിക്കുന്ന വരെ ഇറങ്ങാൻ ഇടവരത്തില്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരും പ്രത്യേകം ഞങ്ങളുടെ പ്രവർത്തനം ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്കിപ്പോൾ ഇവിടെ ചില ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഡിസ്ട്രിക്റ്റിന്റെ സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കൊണ്ടകാവ് ഏരിയ ഞാൻ പ്രവർത്തിക്കുന്ന ഒരു ഏരിയ ആയിട്ട് എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ ബസ്തർ ജില്ലയിലെ 6 ഏരിയ ആയിട്ട് തിരിച്ചിരിക്കുന്നത്. അതിൽ ഒരു ഏരിയ എനിക്കാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ഡിസ്ട്രിക്റ്റിന്റെ സെക്രട്ടറി ആയിട്ടും അവരെ സ്റ്റേറ്റില് ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് IPC ഛത്തീസ്ഗഡ് സ്റ്റേറ്റില് കൗൺസിൽ മെമ്പറായിട്ടും പ്രസിഡന്റ് മെമ്പറായിട്ടും ഒക്കെ ഞാൻ കർത്താവിന്റെ പേരെയുള്ള ബന്ധത്തിലായിരിക്കുന്നു. പ്രത്യേകം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്കിനിയും കർത്താവിനോട് വളരെ അധ്വാനിക്കണം, ഓടണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്നാൽ ഫൈനാൻഷ്യലി എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളത് ഒരു ദുഃഖകരമായ അനുഭവമാണ്. എന്നാൽ കർത്താവ് ഞങ്ങളെ നടത്തുന്നു, വീണ്ടും നടത്തും എന്നുള്ള ഒരു വിശ്വാസവും പ്രാർത്ഥനയും പ്രത്യാശയും എന്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. എനിക്ക് ഇതിനുള്ള സമയം ഒരുക്കി തന്ന ദൈവദാസിക്കും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരും ഞാൻ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററെ, പിന്നെ അവിടെ ഇപ്പം ഛത്തീസ്ഗഡിൽ ഒരുപാട് പ്രവർത്തനത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലോ. പാസ്റ്റിനൊക്കെ എന്തെങ്കിലും അങ്ങനെ ഏതെങ്കിലും ഏരിയയിൽ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ?
ഉണ്ട്, തീർച്ചയായിട്ടും തീർച്ചയായും. ഞങ്ങളുടെ പല ഗ്രാമങ്ങളിലും ഞങ്ങൾക്ക് പ്രാർത്ഥന ഇപ്പൊ നടത്താൻ പറ്റുന്ന സാഹചര്യമാണ്. എന്നാൽ ഞങ്ങൾ അവിടെ ആ ഗ്രാമങ്ങളിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ചില യൗവനക്കാരെ ഞങ്ങൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അവര് ഇപ്പോൾ ആരാണ് നടത്തുന്നത്. കാരണം ഞങ്ങൾക്ക് പുറത്തുനിന്ന് ചെല്ലാൻ പറ്റത്തില്ല. ആ ഗ്രാമക്കാര് പറയുന്നത് പുറത്തുനിന്ന് ആരും വരാൻ പാടില്ല, നിങ്ങൾ വേണമെങ്കിൽ ആരാധിച്ചോ, നിങ്ങൾ പ്രാർത്ഥിക്കോ, പക്ഷെ പുറത്തുനിന്ന് ആൾ വന്നെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ ദേവദാസന് ഒരു ഫീൽഡിലേക്ക് ഒരു സൺഡേ വർഷിപ്പിനായിട്ട് ഒരു ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ബൈക്ക് തടഞ്ഞു നിർത്തുകയും അതോടൊപ്പം അദ്ദേഹത്തെ ഉപദ്രവിക്കുകയും അദ്ദേഹത്തിന്റെ ബൈക്കിന്റെ ഡിക്കി തല്ലി പൊളിച്ചിട്ട് അതിൽ നിന്ന് ബൈബിൾ എടുത്ത് വലിച്ചു കീറി കളയുകയും ഇതിന് മേലെ ഈ ഗ്രാമത്തിൽ കയറുന്നത് പറയുകയും ഇടയായി തീർന്നു. എങ്കിലും അദ്ദേഹം എല്ലാ ദിവസവും പോകുന്നില്ലെങ്കിൽ ഇപ്പൊ മാസത്തിൽ ഒരിക്കൽ മാത്രം ആ ഗ്രാമത്തിൽ പോകുന്നുണ്ട്. വിട്ടിട്ടില്ല, അവിടെ പോകുന്നുണ്ട്. അതിൽ ബാക്കി സ്ഥലത്തെ വിശ്വാസികൾ അദ്ദേഹം പാർക്കുന്ന സ്ഥലത്തേക്ക് ചെന്നാണ് അവിടെ ആരാധന കൂടുന്നത്. ഞങ്ങളുടെ പല ഗ്രാമങ്ങളിലും ചർച്ച ബിൽഡിങ്ങിന്റെ പണികൾ നടക്കും. ഞാൻ പറഞ്ഞല്ലോ, ചർച്ച പണികൾ നടക്കുന്നുണ്ട്. അവിടെ എല്ലാം ഈ ഭവന പ്രാർത്ഥനകളാണ് ഇപ്പൊ ഞങ്ങൾ മെയിനായിട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവ് ഞങ്ങൾക്ക് എത്രയും ആലയം പണിയാനുള്ള ക്രമീകരണം ലഭിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ശാരീരിക ഉപദ്രവങ്ങൾ വല്ലോ നേരിട്ടിട്ടുണ്ടോ അവർക്ക്? അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ? ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ ദേവാസനുണ്ട്, അത് വേറെ അശോക് അനിൽ സാഹു ദേവാസന ഇപ്പൊ പറഞ്ഞത്. അദ്ദേഹത്തിനെ ഉപദ്രവിക്കുകയും അതിന്റെ ബൈക്ക് തല്ലി പൊളിക്കുകയും ബൈബിൾ വലിച്ചെടുക്കുകയും ചെയ്തു. അതുപോലെ അശോക് കരി എന്ന ദേവാസനുണ്ട്, അതേപോലെ വിജയ് ജഗൻ എന്ന ദേവാസനുണ്ട്. ഇവരൊക്കെ കഴിഞ്ഞ ദിവസം ഉപദ്രവമേറ്റവരാണ് പല ഗ്രാമങ്ങളിലായിട്ട്. ഓക്കെ പാസ്റ്റർ, അങ്ങനെ അവിടെ ഒരുപാട് ഉപദ്രവങ്ങളും എതിർപ്പുകളും ഒക്കെ സഹിച്ചുകൊണ്ടാണ് കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്നത്. ഓക്കെ, കർത്താവ് ദേശത്ത് വലിയൊരു പ്രവൃത്തി ചെയ്യട്ടെ. കർത്താവിന്റെ നാമം ദേശത്ത് ഉയർത്തപ്പെടട്ടെ. ആമേൻ. ഓക്കെ ദേവദാസനെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആ ദേശത്ത് നിൽപ്പാനുള്ള എല്ലാ ദൈവകൃപയും എല്ലാ ദൈവദാസന്മാർക്കും കർത്താവ് നൽകി തരട്ടെ. അതിൻ്റെ ലീഡർഷിപ്പ് വഹിക്കുന്ന ദൈവദാസനെ കർത്താവ് ബലത്തോട് നിർത്തട്ടെ. ആമേൻ. ഓക്കെ പാസ്റ്റർ, ദേവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തായി കർത്താവേ ഞങ്ങളോട് സ്തുതിക്കുന്ന കർത്താവേ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഇന്ന് പകൽക്കാലം കർത്താവേ ഞങ്ങൾക്ക് ജോയിസ് ടിവിയുടെ ബന്ധത്തിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കാൻ ഒരിക്കൽ നല്ല സാവാസനായി കർത്താവേ ഞങ്ങൾ നമ്മയോട് സ്തോത്രം ചെയ്യുന്നു. നടത്തുകാർക്കായി പ്രാർത്ഥിക്കുന്നു. ശ്രമിക്കുന്ന എല്ലാവരും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഓരോരുത്തരുടെയും ദൈവത്തിന്റെ വലിയ കൃപയും വലിയ അനുഗ്രഹങ്ങളുടെ ധാരാളമായിട്ട് പകരണമേ. ഈ ദിവസത്തിൽ കർത്താവേ രാജ്യത്തിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവേ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവർക്കുകയും കർത്താവ് ഉപയോഗിക്കണമേ. അവരായിരിക്കുന്ന മേഖലകളിൽ കർത്താവേ അവരുടെ ഹൃദയത്തിൽ ഒരു പ്രേരണ ലഭിക്കാൻ കർത്താവെ നോട്ടത്തിൽ കഷ്ടം അനുഭവിക്കുന്ന അനേക ദൈവദാസനോട് ചേർന്ന് അവരെ പ്രവർത്തിപ്പാൻ ഒരു മനസ്സ് കർത്താവ് കൊടുക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് അനുഗ്രഹിക്കണം, കൃപ കൂടിയിരിക്കണമേ. അങ്ങനെ കർത്താവ് സൗഖ്യമില്ലാത്തവരുടെ പ്രാർത്ഥന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം നൽകണം. കർത്താവ് രക്ഷിക്കപ്പെടാത്ത ദിവസം രക്ഷാടനത്തിൽ കടന്നു വരാൻ കർത്താവ് സഹായിക്കണമേ. കൃപയാ നിറയ്ക്കണം. കർത്താവ് ചിന്തനായി സ്തോത്രം, അനുഗ്രഹിക്കുന്നതായി സ്തോത്രം, എല്ലാം നമ്മുടെ നിറച്ചാണ് പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ.